ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത കഥാശ്രവണോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ കാരുണ്യത്താൽ ഓരോ ദിവസവും നമ്മൾ ഓരോ ശ്ലോകവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രീമദ് ഭാഗവതമാകുന്ന അമൃതത്തെ രുചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം പല പല ഭക്തരും തമ്മിലുള്ള സംവാദമാണ്. പല പല സാഹചര്യത്തിൽ അവർ ഭഗവാനെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരങ്ങളായിട്ട് ശ്രീമദ് ഭാഗവതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ കണ്ടു, സൂത ഗോസ്വാമിയോട് ശൗനകാദി ഋഷികളെല്ലാവരും കൂടെ ചേർന്ന് പല പല ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. 6 ചോദ്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. എങ്ങനെയാണ് ഭഗവാൻ വരുന്നതെന്നും, ഈ ധർമ്മം ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്നും, ഭഗവാന്റെ അവതാരങ്ങളൊക്കെ എന്തൊക്കെയാണ്, പിന്നെ ഭഗവാൻ ആ ഗുഹ്യമായിട്ടുള്ള ആ ഒരു ലീലകളാടുമ്പോൾ, മനുഷ്യരൂപത്തിൽ ഭഗവാൻ വരുമ്പോൾ ഭഗവാൻ ചെയ്ത ലീലകൾ എന്തൊക്കെയാണ്, ഭഗവാന്റെ പല പല അവതാരങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചു. അതുകൂടാതെ എല്ലാം കൊണ്ടും ശ്രേയസ്കരമായിട്ട് മനുഷ്യജന്മത്തിൽ എന്താണ്, മരണം അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ചെയ്യാനുള്ളത്, അങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചു. അതിൻ്റെ ഉത്തരമായിട്ട് സൂത ഗോസ്വാമി എല്ലാം പറഞ്ഞു കൊടുത്തു. പരമമായിട്ടുള്ള ഭക്തി, പരിശുദ്ധ ഭക്തിയാണ് എല്ലാം കൊണ്ടും മനുഷ്യന് ആവശ്യമായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. അതുകൂടാതെ ഭഗവാന്റെ അവതാര പട്ടികകളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തു. അതിനുശേഷം ഭാഗവതത്തിൻ്റെ ഉദ്ഭവം എങ്ങനെയാണ്, ഭാഗവതം എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത് എന്നതിനെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ്. അന്നേരം അതിനു മുമ്പായിട്ട് ശുകദേവ ഗോസ്വാമിയെ നമസ്കരിച്ചിട്ടാണ് സൂത ഗോസ്വാമി തുടങ്ങുന്നത്. കാരണം ശുകദേവ ഗോസ്വാമിയിൽ നിന്നാണല്ലോ ഈ ഒരു ഭാഗവതം ലഭിച്ചത്. അന്നേരം പിന്നെ പരീക്ഷിത് മഹാരാജാവിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും പറഞ്ഞു തുടങ്ങി. അങ്ങനെ ചുരുക്കത്തിൽ ആ ഒരു ഭാഗവതത്തിൻ്റെ ഒരു ഒരു ട്രെയിലർ നമ്മൾ കണ്ടു എന്ന് തന്നെ പറയാം, അല്ലേ? ഇനി അങ്ങോട്ട് സിനിമയിലേക്ക് കടക്കുകയാണ്. അന്നേരം ഈ ഒരു അധ്യായത്തിൽ സത്യം പറഞ്ഞാൽ സിനിമ തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് വ്യാസമഹർഷി ഭാഗവതം എഴുതാൻ അദ്ദേഹത്തിന് പ്രേരണ ലഭിച്ചത് എങ്ങനെയാണ്? അന്നേരം വ്യാസമഹർഷി കലിയുഗം ഇനി ഇങ്ങോട്ട് വരികയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് എല്ലാവരോടും കാരുണ്യം തോന്നിക്കൊണ്ട് അദ്ദേഹം വേദങ്ങളെ 4ആയിട്ട് വിഭജിച്ചു. യഥാർത്ഥത്തിൽ ഒരു വേദമേ ഉള്ളായിരുന്നു, യജുർവേദം. ആ യജുർവേദത്തെ 4ആയിട്ട് വിഭജിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഉപനിഷത്തുകൾ എഴുതി, പുരാണങ്ങൾ എഴുതി. ഇതെല്ലാം എഴുതി നോക്കിയിട്ടും എന്താകുന്നു, പൂർണ്ണമായിട്ടൊരു സംതൃപ്തി ലഭിക്കുന്നില്ല. കാരണം എന്താണ് അസംതൃപ്തിക്ക് കാരണം? അദ്ദേഹത്തിന് ഭാഗവതമൊന്നും വേദങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണോ? അല്ല, നമ്മളെ പോലുള്ള വ്യക്തികൾക്ക്, അദ്ദേഹം തന്നെയാണ് വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം എഴുതിയത്. പക്ഷേ നമ്മളെ പോലുള്ള ജീവാത്മാക്കൾക്ക്, പ്രത്യേകിച്ചും കലിയുഗത്തിലുള്ള ജനങ്ങളെ എങ്ങനെ ഇതൊക്കെ പഠിപ്പിച്ച് അവരെ പരമസത്യത്തിലേക്ക് എത്തിക്കാം എന്നൊരു ചിന്തയാണ്. കാരണം യഥാർത്ഥത്തിൽ ഇന്നത്തെ ശ്ലോകത്തിലെ ചർച്ചാ വിഷയം അത് തന്നെയാണ്. ശ്രീല പ്രഭുപാദി അതാണ് പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ ജീവാത്മാവ് വരുന്നത് ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിൽ നിന്നാണ്. ഭഗവാന്റെ കൂട്ടത്തിൽ ഇരുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. പക്ഷേ ഭഗവാന്റെ ആ ഒരു സമ്പർക്കം നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ മറന്ന് ജീവിക്കുകയാണ്. നമ്മൾ ആരാണ്, എവിടുന്നാണ് വന്നത് എന്നൊക്കെ. എന്തായിരുന്നു അവിടെ പ്രധാനമായിട്ട് കരുതിയിരുന്നത്, അതൊക്കെ അപ്രധാനമായിട്ടിരിക്കുകയാണ്. പൊതുവെ ഇന്നത്തെ കാലത്ത് കണ്ടില്ലേ, ജപിക്കൂ, ഭഗവാനെക്കുറിച്ച് കേൾക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും താല്പര്യമില്ല, അല്ലേ? എന്തുകൊണ്ടാണ്? അത് അവരുടെ തെറ്റല്ല. അവർ ഇപ്പോൾ ഒരു മായാലോകത്തിലാണ്. എന്താണ് ഈ മായാലോകം എന്ന് പറഞ്ഞാൽ? ഇത് നമ്മൾ എന്താണോ ഇമ്പോർട്ടൻ്റ് എന്ന് കരുതുന്നത് അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നും. എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും. അതാണ് പ്രശ്നം. ഉദാഹരണത്തിന് നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ചിലവർക്കൊക്കെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നൊരു സ്വഭാവമുണ്ട്, അല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കണ്ണടച്ച് കിടക്കുകയാണ്, നമ്മൾ വിചാരിക്കുന്ന അവിടെ കിടക്കുകയാണെന്ന്. എന്നിട്ട് ഉറക്കത്തിൽ നമ്മളിങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നടന്നു പോവുകയാണ്. നമ്മൾ ഉറക്കത്തിൽ വേറെ ഏതോ ലോകത്താണ്, യഥാർത്ഥത്തിൽ നമ്മൾ നടക്കുന്നത് വേറൊരു ലോകത്താണ്. എങ്ങനെ ഇരിക്കും, അല്ലേ? എന്നിട്ട് നമ്മൾ പലതും ഇങ്ങനെ ചിന്തിക്കുന്നു, പലതും ചിന്തിച്ചിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ ചിലപ്പോൾ ഒരു കുഴിയിൽ വീണു പോവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അല്ലേ? അതേപോലെ
നമ്മളിപ്പോൾ ഒരു മായാലോകത്തിലാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അന്നേരം ചിലർ വിചാരിക്കും നമ്മളിപ്പോൾ ഒറിജിനൽ ലോകത്തിലാണ് ഇരിക്കുന്നത്, പറഞ്ഞ് മായാലോകത്തിലാക്കാതിരുന്നാൽ മതി എന്ന് ചിലവർ വിചാരിക്കും. അതായത് നമ്മൾ ഈ ഒരു ലോകത്തിലിരിക്കുകയാണ്, അല്ല, ഇതാണ് യാഥാർത്ഥ്യം, നമ്മുടെ ഈ ശരീരമാണ് യാഥാർത്ഥ്യം, ഇനി ഭഗവാന്റെ ലോകമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ഒരു മായാലോകത്തിൽ കൊണ്ടുപോകാതിരുന്നാൽ മതി എന്നൊക്കെ ചിലവർ പറയും. പക്ഷേ ബുദ്ധിപരമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യാഥാർത്ഥ്യം എന്താണെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഒരു വീഡിയോ അയച്ചു തന്നു. അത് എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ചിലപ്പം ചാൻസസ് ഉണ്ട്. NDTV, നമ്മുടെ ആദ്യ ഓത്തറൈസ്ഡ് ആയിട്ടുള്ളൊരു TV ചാനലിൽ തന്നെയാണ് വന്നത്. അതായത് ഒരു സ്ഥലത്ത് സ്റ്റെം സെല്ലിൻ്റെ കുറച്ച് റിസർച്ചൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അന്നേരം അതിൻ്റെ റിസർച്ചിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ബോഡിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ ഒരു ഓർഗൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തും, അല്ലേ? കിഡ്നിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ എന്തായിരിക്കും? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തും. ഹാർട്ടിന് ഇഷ്യൂ ആണെങ്കിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കും. അങ്ങനെ ഒരു ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും അവർ ആ ഒരു ഓർഗനെ, ആ ഒരു ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള വ്യക്തിക്ക് കഷ്ടപ്പെട്ടിങ്ങനെ ജീവിക്കേണ്ട എന്ന് കാരുണ്യം കാട്ടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു പേരിൽ എന്ത് ചെയ്യും, അവരെ അങ്ങ് എക്സിറ്റ് അടിച്ചിട്ട് അവരിൽ നിന്നുള്ള ആ ഒരു ഓർഗൻ എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഓർഗനിൽ വെച്ച്, ഈ ഒരു ബോഡിക്കകത്ത് വെച്ചിട്ട് അങ്ങനെ പുതിയൊരു ജീവിതം തുടങ്ങുന്ന രീതിയിൽ ഉള്ളൊരു പ്ലാനൊക്കെയാണ് ഇത് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്, അല്ലേ? ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അന്നേരം പുതിയ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഓൾഡായിട്ടുള്ള വ്യക്തികളെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ സത്യം എത്രയാണ്. നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ മതി, വാട്സപ്പ് ഗ്രൂപ്പിലുള്ള വീഡിയോ. അന്നേരം അതിൽ പറയുന്നത് അവർ കുറേ ഡോക്ടർ, സയൻറ്റിസ്റ്റുകൾ എല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ വിചാരം തലയാണല്ലോ നമ്മൾ, അല്ലേ? നമ്മുടെ ബ്രെയിനാണ് നമ്മൾ, അല്ലേ? അതുകൊണ്ട് ഈ തലഭാഗം അങ്ങനെ തന്നെ എനിക്ക് ശരിയാകുന്നത്, പക്ഷേ ആരെയും കളിയാക്കുകയല്ല. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗം നഷ്ടപ്പെട്ടു, ഏറെക്കുറെ എല്ലാം പോക്കാണ്. അന്നേരം ഉടൻ തന്നെ എന്ത് ചെയ്യുമെന്നറിയാം, നമ്മുടെ ശരീരത്തിൽ നിന്നും തല അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട്, എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് വെച്ചിട്ടാണ് പറയുന്നത്. എന്നിട്ട് ഈ ഒരു തല നമ്മുടെ ഇതുമായിട്ട്, ഈ ശരീരമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം നമ്മുടെ പുതിയ ഒരാളുടെ ശരീരമായിട്ട് കണക്ട് ചെയ്യും. അന്നേരം തല നമ്മുടെ തന്നെ ആയിരിക്കും, പക്ഷെ ബോഡി നമ്മുടെ ആയിരിക്കത്തില്ല. കൊള്ളാമല്ലേ പരിപാടി? നല്ല പരിപാടിയല്ലേ? പക്ഷെ ഇങ്ങനത്തുള്ള പരിപാടിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തുള്ള ലോകത്തിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നേരെ തിരിച്ചായിരുന്നു. ഇപ്പം ദക്ഷൻ്റെ തല കട്ട് ചെയ്തു. ദക്ഷൻ്റെ തല കട്ട് ചെയ്തപ്പോൾ തലയ്ക്ക് പകരം വേറൊരു തല വെച്ചു. ഒരു ആടിൻ്റെ തലയാണ് വെച്ചത്. അന്നേരം നോക്കണേ, ഏതാണ് കൂടുതൽ അഡ്വാൻസ്ഡ് എന്ന് നോക്കണേ. പൊതുവെ മോഡേൺ സയൻസ് ചിന്തിക്കുന്നത് എന്താണ്? തലയാണ് നമ്മുടേത്, ശരീരം എന്താണ്? ശരീരം വേറെ ഏതായാലും കുഴപ്പമില്ലെന്നാണ്. പക്ഷേ നമ്മുടെ വൈദിക സംസ്കാരം, നമ്മുടെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ തല പോലും നമ്മുടെയല്ല. പിന്നെ ആരുടെ തലയാണിത്? നമ്മുടെ തന്നെ തലയാണ്, പക്ഷേ നമ്മൾ ഈ തലയല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? തോന്നുന്നില്ല? ആലോചിച്ച് നോക്കൂ. നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മുടെ ഫോട്ടോ, നമ്മുടെ ഈ ഗുരുകുലത്തിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന കുട്ടികളോട് പറയും, ഇതെൻ്റെ മൂക്ക്, എൻ്റെ ചെവി, എൻ്റെ തല, അല്ലേ? എൻ്റെ മുഖം എന്ന് പറയുമ്പോൾ എന്താണ്? ഞാനും മുഖവും വ്യത്യസ്തമാണ്. മനസ്സിലായില്ലേ? അന്നേരം ഞാനും എൻ്റെ തലയും വ്യത്യസ്തമാണ്. എൻ്റെ പേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാനും എൻ്റെ പേനയും വ്യത്യസ്തമാണ്. എൻ്റെ മൊബൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാനും മൊബൈലും വ്യത്യസ്തമാണ്. അന്നേരം ഇത് നമ്മുടെ കർത്താൽ, എൻ്റെ കർത്താൽ എന്ന് പറയുമ്പോൾ ഞാനും കർത്താലും വ്യത്യസ്തമാണ്. അന്നേരം ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും കാരണത്താൽ മരിച്ചവരുടെ ശരീരത്തെ എന്തോ പ്രിസർവ് ചെയ്തിട്ട് എന്തോ ചെയ്തിട്ട് ആ ഒരു ശരീരത്തിലേക്ക് ഇവരുടെ തലയെ മാറ്റി അങ്ങോട്ട് വയ്ക്കുകയാണ്. അതാണ് സെയിം തീം, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹെഡ്സ്. കറക്റ്റ്, ഏതൊക്കെയാണെങ്കിലും. പക്ഷെ തല മാറ്റിയിട്ട് കാര്യമില്ലല്ലോ.
ചിന്തകൾ മാറ്റണ്ടേ? അതാണ് പ്രശ്നം. ആൾക്കാർ ശരീരത്തെ മാറ്റാൻ നോക്കുന്നു, ബോധത്തെ മാറ്റാൻ ശ്രമിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ചെയ്ത കാര്യം തന്നെ വീണ്ടും ഇവിടത്തുനിന്നും ചെയ്തുകൊണ്ടിരിക്കും. പുതിയ ശരീരം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? തിന്നുക, ഉറങ്ങുക, ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക, ശരീരത്തെ സംരക്ഷിക്കുക, തീർന്നു ശരീരം. ഇനി ആ ഒരു ശരീരം തീരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? അടുത്ത വീണ്ടും. അന്നേരത്തേക്ക് ബ്രെയിൻ പഴയ ബ്രെയിൻ തന്നെയാണ് അല്ലേ? അന്നേരം ബ്രെയിൻ ഡെഡ് ആകുമ്പോൾ എന്താവും? പിന്നെ ആളത്തിയാവും. ഇനി ബ്രെയിനെ മാറ്റി വെച്ചെന്നിരിക്കട്ടെ, ഇനി വേറെ എന്തോ പറയണ്ടേ? മുഴുവൻ ശരീരത്തെ തന്നെ പുതിയതായിട്ട് മാറ്റി വയ്ക്കണ്ടേ? അന്നേരം ഇതിനെതിരെ പല ആൾക്കാരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. ശരീരം മാറ്റി വെച്ചു, നമ്മുടെ വരുന്ന ആൾ അതേ ആളാണെന്ന് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? നോക്കണേ, എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കണേ. അതായത് അവർ പറയുന്നത്, ഒരാളെ ഈ ശരീരം മാറ്റി ഒരാളെ തരാമെന്ന് പറയുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇനി അടുത്തത് വന്നതിന് ശേഷം അവരുടെ ഫിംഗർ പ്രിന്റ് മാറുന്നു, പുതിയതായിട്ട് ഫിംഗർ പ്രിന്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. നോക്കണേ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഗുരുവായൂരപ്പന് മാത്രമേ അറിയൂ. അന്നേരം പറയുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ആയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു അത്ലീറ്റിൻ്റെ ശരീരം നിങ്ങൾക്ക് കിട്ടും, ഒരു മോഡലിൻ്റെ ശരീരം കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഭക്തി അയക്കുകയാണ്, ഇത് തന്നെ മതി, വേറൊന്നും വേണ്ട. അന്നേരം ഒരു 70 വയസ്സുള്ള ഒരു ലേഡിക്ക് 21 വയസ്സുള്ളവരുടെ ശരീരം വെച്ചെന്നാണ് ഇവർ ഈ വീഡിയോയിൽ പറയുന്നത്. അന്നേരം ആ ലേഡിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മുഖം 71 വയസ്സിൻ്റെ, ശരീരം എങ്ങനെയാണ് 21 വയസ്സിൻ്റെ. നല്ല രസമായിരിക്കും. പിന്നെ ഒരു പ്രായം ചെന്ന ഒരാൾക്ക് ശരീരമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഒരു പെണ്ണിൻ്റെ ശരീരം വെച്ച് കൊടുത്തു. അന്നേരം ഇനി സൈക്കാട്രിക് രീതിയിൽ ആ ഒരു കൗൺസിലിംഗ് നടക്കുകയാണ്. ഇത് പെണ്ണിൻ്റെ ശരീരം, നിങ്ങൾ പെണ്ണല്ല കേട്ടോ, ആണാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പരിപാടി നടക്കുകയാണ്. ഇതെല്ലാം എന്താണ്? അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്, മോഡേൺ സയൻസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അന്നേരം എങ്ങോട്ടാണ് നമ്മളൊക്കെ ഒന്ന് പോകുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഇവരുടെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ സത്യമായിരിക്കും, സത്യമാണെങ്കിലാണ് ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത്. സത്യം അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വെറുതെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമ്മുടെ സയൻറ്റിസ്റ്റുകാർ മിണ്ടാതൊന്നും ഇരിക്കത്തില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ചെയ്തിരിക്കും. നമുക്കൊക്കെ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് വേണ്ടേ? അന്നേരം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്ത കോമഡി എന്ന് പറഞ്ഞാൽ, കോമഡി അല്ലെങ്കിൽ ട്രാജഡി അല്ലെങ്കിൽ സസ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു ബന്ധു വളരെയധികം ബുദ്ധിമുട്ടി ഇരിക്കുകയാണ്. ഇനി നമ്മൾ അവരോട് ചെന്നിട്ട് പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ ബോഡി ഫുൾ ട്രാൻസ്പ്ലാന്റേഷൻ. ഇത് BFT എന്നാണ് അവർ പറഞ്ഞത്, ബോഡി ഫുൾ ട്രാൻസ്പ്ലാന്റേഷൻ. കൊള്ളാം, നല്ല അടിപൊളി പേര്. അന്നേരം ബോഡി ഫുൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അന്നേരം റിലേറ്റീവ്സ് എല്ലാം സൈൻ ചെയ്തിട്ട് പഠിക്കും. ഇതാണ് അവർ തന്നെ പറയുന്നത്. ഇങ്ങനെ പല ചോദ്യങ്ങളും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ ഒരാളിനെ അകത്തോട്ട് കൊണ്ടുപോയി, എന്നിട്ട് എന്താണ്, പുതിയ ഒരാളെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയും, ഇത് നിങ്ങളുടെ തന്നെ ആളാണ്, ഫുൾ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു പറയും. അകത്ത് ആൾ പോയി ചത്തു. അന്നേരം ഉടനെ ഇങ്ങനെ ചോദിക്കുന്ന ആൾ ഭഗവത്ഗീതയിലെ തത്വമൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, യഥാർത്ഥത്തിൽ വ്യക്തി ഇരിക്കുന്നത് ഹൃദയത്തിലാണ്. അന്നേരം അതേ ആത്മാവിനെ തന്നെ ആയിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. വളരെ ബുദ്ധിപരമായിട്ടുള്ള ചോദ്യം അല്ലേ? എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്? അന്നേരം ഇനി യഥാർത്ഥത്തിൽ ആ ഒരു ശരീരത്തെ മാറ്റി പുതിയൊരു ശരീരത്തിനെ ആ ഒരു ആളിന് കൊടുത്തെന്നിരിക്കട്ടെ, ഇത് തന്നെയല്ലേ ജനനം എന്ന് പറയുന്നത്? ഒരു ശരീരത്തിൽ നിന്നും ആത്മാവ് പുതിയൊരു ശരീരത്തിലേക്ക് പോകും. ഇതിനകത്ത് എന്തോന്ന് ഇത്ര കണ്ടുപിടിക്കാനായിട്ടിരിക്കുന്നു? ഭഗവാൻ ചെയ്യുന്ന അതേ കാര്യം തന്നെയല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്നത്? സ്വമേധയാ ഇതെല്ലാം തനിയെ നടക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ
ഇത്രയും കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ മരിച്ചു കിടക്കുകയാണെങ്കിൽ ആ ഒരു ആത്മാവിനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. എന്താണ് ഇനി അടുത്ത ശരീരം എവിടെ കിട്ടുമാവോ, അല്ലേ? ഈ എന്താ പറയുന്നത്, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുമോ, ശരീരത്തിന് ഇനി എവിടെയെങ്കിലും സ്റ്റോക്ക് കാണുമോ, എനിക്ക് ഇഷ്ടപ്പെട്ട ശരീരം കിട്ടുമോ? എത്ര നാച്ചുറലിയാണ് അതൊക്കെ നടക്കുന്നത്. അന്നേരം സംടൈംസ് ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് തിങ്സ് സിമ്പിൾ. ചിലപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ച് സിമ്പിളായിട്ട് വെക്കുന്നതല്ലേ നല്ലത്. നമ്മൾ അന്വേഷിക്കണം. എന്തിനെക്കുറിച്ച് അന്വേഷിക്കണം? നമ്മുടെ ആത്മാവിനെക്കുറിച്ച് കണ്ടുപിടിക്കാൻ അന്വേഷിക്കണം. ആത്മാവിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ ആത്മീയ പാതയിൽ വന്നേ പറ്റൂ. അല്ലാതെ മാറ്റർ 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 ഇത് തന്നെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന മാറ്ററിനെ കുറിച്ചേ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഇതാരെക്കുറിച്ചും കുറ്റം പറയുന്നില്ല. പക്ഷേ സയൻറ്റിസ്റ്റ് ആൾക്കാർക്ക് മാസം സാലറി കിട്ടണം, അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ. ആരെയും കുറ്റം പറയല്ല, ദയവ് ചെയ്ത് അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്ക് ആരെയും വിരോധിപ്പിക്കണമെന്നില്ല. എല്ലാവരും നല്ല ആൾക്കാർ തന്നെ. അല്ലാതെ പൊളിറ്റീഷ്യൻ ആവാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. പക്ഷേ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ജോലിയുണ്ട്, മനസ്സിലായില്ലേ? അന്നേരം എന്തെങ്കിലും ഒന്ന് റിസർച്ച് ചെയ്യണ്ടേ? റിസർച്ച് ചെയ്തില്ലെങ്കിൽ എന്താണ്? പല ബുദ്ധിമുട്ടുമാണ്, പല പ്രശ്നങ്ങളുമാണ്. അന്നേരം ശ്രീല പ്രഭുപാദജി പറയുന്നത് എന്താണ്? റിസർച്ച് ചെയ്യൂ. എന്തിനെക്കുറിച്ച് റിസർച്ച് ചെയ്യൂ? ആത്മാവിൻ്റെ ആ ഒരു പ്രസൻസിനെ കുറിച്ച് അന്വേഷിക്കൂ. കൂടുതൽ കൂടുതൽ സൂക്ഷ്മതലത്തിലുള്ള പഞ്ചഭൂതങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കൂ. അതൊന്നുമല്ല പഠിക്കുന്നത്. മാക്സിമം അവർ പഠിക്കുന്നത് ആ ഒരു ഭൂമിയുടെ തത്വം മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ടും ജലം, പക്ഷേ വായുവിൻ്റെ കുറച്ചൊക്കെ, പിന്നെ എന്തോ പറയുന്നത്, അഗ്നിയുടെ കുറച്ചൊക്കെ. പക്ഷെ ആ സൂക്ഷ്മതയിലോട്ട് പോകുന്തോറും ഇവർക്ക് അന്വേഷിക്കാൻ പറ്റുന്നില്ല. കൂടുതലും ഭൂമിയെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റും, ജഡപദാർത്ഥങ്ങളായിട്ടുള്ളവരെ, പിന്നെ ഭൂമിയിൽ നിന്ന് സൂക്ഷ്മമായിട്ടുള്ള ജലത്തെക്കുറിച്ച് അന്വേഷിക്കാം, അഗ്നിയെക്കുറിച്ച് അന്വേഷിക്കാം, വായുവിനെക്കുറിച്ച് കുറച്ചൊക്കെ. പിന്നെ അതിനപ്പുറത്തോട്ട് പോകുമ്പോൾ ആ ഈഥർ, ആ സ്പേസ്, ആകാശത്തിൻ്റെ ആ ഒരു പദാർത്ഥത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് കുറച്ച് അൺഎക്സസിബിളായിട്ട് തോന്നും. അത് കഴിഞ്ഞിട്ട് മനസ്സിൻ്റെ തലങ്ങൾ, അതൊക്കെ സൂക്ഷ്മവായുവിൻ്റെ തലങ്ങൾ, ഇതൊക്കെ ഒരു യോഗിയെ കൊണ്ടേ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റൂ. യോഗി എങ്ങനെ ചുമ്മാ കണ്ണടച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണോ? അല്ല. ശാസ്ത്രത്തിൽ പറഞ്ഞതുപോലെ യമനിയമങ്ങളൊക്കെ പാലിച്ച് ആസനങ്ങൾ ചെയ്ത്, പ്രാണായാമം ചെയ്ത്, ധ്യാനം വഴിയേ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹിച്ച് കണ്ടുപിടിക്കുന്നതല്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കണ്ണിനപ്പുറത്തായിട്ട് അകത്തിൻ്റെ ആ ഒരു കണ്ണ്, നമ്മുടെ മനസ്സിൻ്റെ കണ്ണ് ഉപയോഗിച്ച്, സൂക്ഷ്മ കണ്ണുകൾ ഉപയോഗിച്ച് ഈ ലോകത്തിൽ നടക്കുന്ന സൂക്ഷ്മ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുകയാണ് നമ്മളെ. ഇപ്പോൾ നമ്മൾ സ്ഥൂല കാര്യങ്ങൾ മാത്രം കണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ സൂക്ഷ്മ ശരീരം ഉപയോഗിച്ച് ഈ ലോകത്തിൽ നടക്കുന്ന സൂക്ഷ്മ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് എത്ര പേർക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയാമെന്ന്? പക്ഷെ വളരെ സിമ്പിളാണ്. കമ്പ്യൂട്ടറിനകത്ത് മെയിനായിട്ടുള്ളത് പ്രോസസ്സർ, മദർ ബോർഡ്, അതൊക്കെയാണ്. അന്നേരം ആ മദർ ബോർഡിനകത്ത് ഇപ്പം നമ്മൾ കാണുന്ന കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കാണുന്നതും കീബോർഡും അങ്ങനെയൊക്കെ ഉള്ളൂ, അല്ലേ? പക്ഷേ ചിപ്പ് ലെവൽ ടെക്നോളജി എന്ന് പറയുന്നുണ്ട്, ചിപ്പ് ലെവൽ പ്രോഗ്രാമിംഗ്. അതായത് ആ ഒരു മദർ ബോർഡിനകത്ത് നടക്കുന്ന ചെറിയ ചെറിയ വരകളില്ലേ, അതെല്ലാം സർക്യൂട്ടുകളാണ്. അതിലൊക്കെ പവർ സപ്ലൈ അങ്ങനെയൊക്കെ ഉണ്ട്. അന്നേരം അതിനകത്ത് ആ ഡയോഡെന്നും അങ്ങനെയൊക്കെ പറയുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അന്നേരം ആ ലെവലിൽ പ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. അന്നേരം ഇവിടെ നമ്മൾ ബട്ടൺ അമർത്തുമ്പോൾ നമ്മൾ സ്ക്രീനിൽ പലതും നടക്കുന്നതായിട്ട് കാണുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അത് നടക്കുന്നത് മദർ ബോർഡ് വഴി വളരെ മൈന്യൂട്ടായിട്ടുള്ള ടെക്നോളജിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അന്നേരം യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്, ഇലക്ട്രോണിക്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മനസ്സിലാവും ആ ഒരു ചിപ്പ് ലെവല്. കാരണം എത്ര വലിയ കമ്പ്യൂട്ടർ ആണെങ്കിലും പവർ സപ്ലൈ ഇല്ലെങ്കിൽ തീർന്നില്ലേ. അന്നേരം ആ ഒരു ഇലക്ട്രിക്കൽ എനർജി വഴി ആ ഇലക്ട്രോണിക്സ് ഡയോഡ്സും അതിൻ്റെയൊക്കെ പല പല വർക്കിങ്ങുകളും, എന്താ പറയുക, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് എല്ലാം ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ ബുദ്ധിമുട്ടണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞത് ആ മുന്നിൽ കാണുന്നതിനെക്കാട്ടിയും അതിൽ നിന്നും വളരെ ഡീപ്പായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ശരീരം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മൾ
ആഹാരം കഴിക്കുന്നു, എന്നിട്ട് അത് നല്ലപോലെ ദഹിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്കറിയാം അത് പുറത്ത് പോകുമ്പോൾ, അല്ലേ? ഇത്രയും നമുക്കറിയത്തുള്ളൂ. അകത്തോട്ട് വരുന്ന കാര്യം അറിയാം, പുറത്തോട്ട് പോകുന്ന കാര്യം അറിയാം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പലതും നടക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ ശരീരത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ അറിയുന്നില്ല. ഈ ശരീരം മെയിൻറ്റെയിൻ ആയിക്കൊണ്ടിരിക്കുന്നു, പല പല കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പല രീതിയിൽ ആ ഫുഡിനെ അത് എനർജി പല രീതിയിലും പല പാർട്സിലോട്ടും പോകുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ആകെ അറിയാവുന്നത് ഇവിടെ നിന്നുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രമേ ഉള്ളൂ. കൂടുതൽ നമ്മൾ ഔട്ട്പുട്ടിനെ കുറിച്ചും ചിന്തിക്കാറില്ല, ഇൻപുട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ ഔട്ട്പുട്ട് എങ്ങനെയൊക്കെയോ അത് വരുന്നേ ഉള്ളൂ. ക്ഷമിക്കണം ഇതൊക്കെ പറയുന്നത്. പക്ഷെ അല്ലേ, നമ്മൾ പൊതുവേ ആ ഫുഡ് അകത്ത് ചെന്നിട്ട് അത് ഡൈജസ്റ്റ് ആകുന്നുണ്ടോ, അത് എന്തെങ്കിലും പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ നാവിൻ്റെ തുമ്പത്ത് വരുമ്പോൾ ആ ഒരു കണക്ഷൻ, അത്രയും നമ്മൾ ചിന്തിക്കാറുള്ളൂ. പക്ഷേ ഫുഡ് അകത്തോട്ട് പോയിട്ട് വലിയ വലിയ ബോംബ് സ്ഫോടനം അതൊക്കെയാണ്, അകത്ത് വലിയൊരു യുദ്ധമാണ് നടക്കുന്നത്. നമ്മുടെ ബോഡി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഫുഡിനെ എങ്ങനെ ഒന്ന് പുറത്താക്കാം എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്താക്കുന്നത് വളരെ എളുപ്പമാണ്, പക്ഷെ പുറത്താക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അന്നേരം നമ്മൾ ഫാസ്റ്റായിട്ട് കഴിക്കുന്നു, ചവയ്ക്കാതെ കഴിക്കുന്നു, അല്ലേ? വളരെ എളുപ്പത്തിൽ കഴിക്കുന്നു, കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാൻ നോക്കുന്നു. പക്ഷെ പിന്നെന്താണ്, വലിയ ലേറ്റ് ആക്കും എന്നുള്ളതാണ്. ഇതേപോലെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ലളിതമായിട്ടുള്ള ജീവിതം, ഉയർന്ന ചിന്താഗതി. ലളിതമായിട്ടും വളരെ ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. കാരണം നമ്മൾ നാവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയല്ല ഭക്ഷണം കഴിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കണം. നാവിൻ്റെ തൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു പ്രചോദനം മാത്രമാണ് ആഹാരം കഴിക്കാൻ വേണ്ടി. അത് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പം നാവിനൊരു രുചി ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കഴിക്കാൻ തോന്നത്തില്ല. അതിനു വേണ്ടി കഴിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം മാത്രമാണ് നാവിൻ്റെ രുചി എന്ന് പറയുന്നത്. പക്ഷെ നാവിൻ്റെ രുചിയാണ് ജീവിതം എന്ന് പറഞ്ഞിരുന്നാൽ തീർന്നു. ഈ നാവിൻ്റെ രുചിക്ക് വേണ്ടി സാധു മൃഗങ്ങളെയൊക്കെ ഭക്ഷിക്കുക, മൃഗങ്ങളെയൊക്കെ ദ്രോഹിക്കുക, അന്നേരം അതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആലോചിച്ച് നോക്കണേ. അന്നേരം നാവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കരുത്. നാവിൻ്റെ രുചിയെക്കുറിച്ച് ചിന്തിക്കുന്നത് തെറ്റല്ല. ഭഗവാന് നിവേദിച്ചതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തെറ്റില്ല. പക്ഷേ ഇതാണ് ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം പുതിയ തലമുറ എന്തോ വലിയ കണ്ടുപിടുത്തമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നു. പക്ഷേ ബേസിക് കാര്യങ്ങൾ പോലും പ്രശ്നമാണ്. അന്നേരം ഈ ഒരു റിസർച്ചിനൊക്കെ എന്തുമാത്രം റിസോഴ്സസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, എന്തുമാത്രം കാശായിരിക്കും ചിലവാക്കുന്നത്, അല്ലേ? ഞാൻ കഴിഞ്ഞ കുറേ സത്സംഗത്തിൽ പറഞ്ഞതുപോലെ അവർ എപ്പോഴും ചോദ്യം ചെയ്യുന്നു, അമ്പലത്തിൽ ഭഗവാൻ അഭിഷേകത്തിന് ഇത്രയും നെയ്യ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിന് പകരം എത്രയോ പട്ടിണിക്കാരായിട്ടുള്ള പാവങ്ങളുടെ വിശപ്പ് അടക്കിയാൽ പോരെ എന്നൊക്കെ രീതിയിൽ പലതും നമ്മൾ ബുദ്ധിപരമായിട്ട് ചോദ്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദ്യം ചെയ്യുന്നില്ല? ഒരു പ്രതീക്ഷയുടെ പേരിൽ മാത്രം എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ നമ്മുടെ ആ വൃദ്ധാവസ്ഥ മറികടക്കും, മരണത്തെ മറികടക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു കോമൺ സെൻസ് ഉള്ള ഭഗവത്ഗീത പഠിച്ച ഒരു സാധാരണ വ്യക്തിക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ? ഇതിലെന്താണ് ഇത്ര വലിയ കണ്ടുപിടുത്തം? നമ്മൾ എന്തായാലും മരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ശരീരം വിടും, പുതിയൊരു ശരീരത്തിനകത്ത് പ്രവേശിക്കും, അത്രയേ ഉള്ളൂ. അന്നേരം ഏത് കാര്യം നോക്കിക്കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും ടെക്നോളജി പരമായിട്ട് നടക്കുന്ന എല്ലാ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർ പലപ്പോഴും നമ്മുടെ ആധ്യാത്മിക പാതയെ ചോദ്യം ചെയ്യും, പക്ഷേ അവർക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ. ഇത് അവരെ കുറ്റപ്പെടുത്തുകയല്ല, റിസർച്ചൊക്കെ നല്ലതാണ്. യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വൈദിക സംസ്കാരത്തിൽ ഓരോ മുനിമാരെ നോക്കൂ, അവരാണ് യഥാർത്ഥ റിസർച്ച് ചെയ്യുന്നവർ. അവർ ശാസ്ത്രത്തെ ചോദ്യം ചെയ്യുകയല്ല, ശാസ്ത്രത്തെ അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തെ അറിയുന്ന ആള്, ശാസ്ത്രമനുസരിച്ച് ഫോളോ ചെയ്യുന്ന ആളാണ്. അന്നേരം നമ്മുടെ വൈദിക സംസ്കാരത്തിലുള്ള ശാസ്ത്രത്തെ ഒരിക്കലും അവർ അംഗീകരിക്കുന്നില്ല. അവർ എഴുതി കൂട്ടിയത് മാത്രം ശാസ്ത്രമാണെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? മനസ്സിലാവുന്നില്ലേ? നമ്മുടെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ആധികാരികമായിട്ടുള്ള പുരാതന ശാസ്ത്രങ്ങളെ നമ്മൾ അംഗീകരിക്കണോ? ഭഗവത്ഗീത ഭാഗവത്തെ അംഗീകരിക്കണോ?
അതോ ഈ കാലയളവിൽ ആരോ അവർക്ക് തോന്നിയത് എഴുതിയത് നമ്മൾ അംഗീകരിക്കണം? എന്നിട്ട് ഓരോ പ്രാവശ്യം പുതിയ പുതിയ കണ്ടുപിടിക്കുമ്പോൾ പഴയതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് പറയും ഇതാണ് ലേറ്റസ്റ്റ് കേട്ടോ, ലേറ്റസ്റ്റാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അതുവരെ എഴുതിയതൊക്കെ അവർ തള്ളിക്കളയും. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇത് എങ്ങോട്ടാണ്? എന്നിട്ട് നമ്മൾ ഇതെല്ലാം പറയുന്നത് എന്താണ്? ഇതൊക്കെ അഡ്വാൻസ്മെൻ്റ് ആണ്, ഇതൊക്കെ നല്ല അഡ്വാൻസ് ടെക്നോളജിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് പേരും ഈ ഒരു സത്സംഗത്തിലുള്ളവരല്ല, പക്ഷെ പൊതുവെ കുറച്ച് പേര് നമ്മുടെ പുതിയ തലമുറയിലുള്ളവരൊക്കെ ഈ ഒരു അന്ധവിശ്വാസത്തെ, ഇത് അന്ധവിശ്വാസമാണ്. അവർ ഈശ്വര വിശ്വാസത്തെ അന്ധവിശ്വാസം എന്ന് പറയുന്നു, പക്ഷെ ഇതല്ലേ യഥാർത്ഥ അന്ധവിശ്വാസം. അതിനു വേണ്ടി കോടിക്കണക്കിന് കാശ് ചെലവാക്കുന്നു. അമ്പലത്തിൽ സത്യം പറഞ്ഞ ഒരു തിരുമേനിക്കോ അവിടെ സേവനം ചെയ്യുന്ന ആർക്കോ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ടോ? ഒന്നുമില്ല അല്ലേ? കൊടുക്കണമെന്നുമല്ല, കൊടുക്കണ്ടെന്നുമല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്തുമാത്രം അനീതി അധർമ്മമാണ് നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതൊക്കെ നമ്മൾ കുറച്ച് ജാഗരൂകരായിട്ടിരിക്കണം. യഥാർത്ഥത്തിൽ എന്താണ് ആ ഒരു സയൻസ് എന്ന് മനസ്സിലാക്കണം. യഥാർത്ഥ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശില പ്രഭുപാദി പറയുന്നുണ്ട്, നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നതാണ് യഥാർത്ഥ സയൻസ്. ഇനി പുതിയ റിസർച്ച് ചെയ്യുകയാണെങ്കിലും ഈ ഒരു ശാസ്ത്രത്തെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യൂ. അത് സത്യം പറഞ്ഞാൽ ഈ ശാസ്ത്രത്തെ അംഗീകരിച്ചു തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ക്രെഡിറ്റ് മാത്രം കൊടുക്കത്തില്ല. പൊതുവെ എന്തെങ്കിലും റിസർച്ച് ചെയ്താൽ ഉടനെ അവർ പേറ്റൻസി എടുക്കും. ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇത് ഇവർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ അതൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് പല രീതിയിൽ അവരൊക്കെ എടുക്കുന്നത്. പക്ഷെ എന്നിട്ട് എന്താണ്, ആ ഒരു പേറ്റൻസി നമുക്ക് തരുന്നതിന് പകരം അവർ അവരുടെ പേറ്റൻസിയാക്കി മാറ്റുകയാണെങ്കിൽ എന്താണ് കഥ അല്ലേ? ഇനി പേറ്റൻസ് കിട്ടിയാലും എന്താണ്, ഇത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. പേറ്റൻസ് കിട്ടുന്നതിന് മുമ്പേ ഈ സാധനം അവിടെ ഉണ്ടായിരുന്നു. പേറ്റൻസ് കിട്ടിയതിന് ശേഷം അത് അവിടെ ഉണ്ട്. ഇപ്പം ഗ്രാവിറ്റി കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും മുകളിലൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് താഴോട്ട് തന്നെ വരും അല്ലേ? അല്ലാതെ ഗ്രാവിറ്റി കണ്ടുപിടിച്ചതിന് ശേഷമാണ് അത് താഴോട്ട് വന്നത് എങ്ങനെയാണോ? അല്ല. ഈ നിയമങ്ങളൊക്കെ നിയമം ഉണ്ടാക്കിയ ആളാണ് ഭഗവാൻ. ഒരു സാധനം മുകളിലോട്ട് പോയാൽ താഴോട്ട് വീഴണം എന്നുള്ളൊരു നിയമം ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. എങ്കിലേ നമുക്ക് ഈ ഭൂമിയിൽ നിൽക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കണേ. ഗുരുത്വാകർഷണം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേ? നമ്മളെല്ലാവരും പറന്നു നടന്നേനെ. അന്നേരം ഈ ഫിസിക്സ് വേൾഡ് വർക്ക് ചെയ്യുന്നത് ആ ഫിസിക്സിൻ്റെ ലോ ഉണ്ടാക്കിയതേ ഭഗവാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം അദ്ദേഹം ഇവിടെ ഇറങ്ങി വരുമ്പോൾ ആ ഫിസിക്സിൻ്റെ ലോ എല്ലാം അദ്ദേഹവും പാലിച്ചേ പറ്റുമെന്ന് പറഞ്ഞാൽ അതെവിടെ തന്നെയായോ? ആ നിയമത്തെ ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം. അന്നേരം നമ്മൾ എന്താ പറയുന്നത്? ഈശ്വരനോ? അതെങ്ങനെയാണ് ഈശ്വരനാകുന്നത്? ഇതെന്തൊരു മനുഷ്യനാണ്? ഇതെന്തോ ഇങ്ങനെ നീല നിറമോ? അതെന്തോ പിഗ്മെന്റിന്റെ ഇഷ്യൂ ആണോ? സ്കിന്നിന്റെ ഏത് പ്രശ്നമാണ്? ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആരാണ്? അദ്ദേഹം തന്നെയാണ്. അന്നേരം അദ്ദേഹത്തിന് ഈ നിയമത്തെ മറികടക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ നിയമങ്ങളൊക്കെ നമുക്ക് വേണ്ടിയാണ്, മനസ്സിലാക്കിയിരിക്കണം. ഈ ലോകം വരുന്നതിന് മുമ്പേ അദ്ദേഹമുണ്ട്, ഈ ലോകം ഉണ്ടായതിനു ശേഷവും അദ്ദേഹമുണ്ട്. ഇതിനെ പരിപാലനം ചെയ്യുന്ന അദ്ദേഹമാണ്. ഇതിന് ശേഷവും അദ്ദേഹം എപ്പോഴും കാണും. അന്നേരം നമ്മുടെ നിയമനിബന്ധനയ്ക്കകത്ത് അദ്ദേഹത്തെ കൊള്ളിപ്പിക്കാൻ നോക്കരുത്. ബ്രഹ്മദേവന്റെ നിയമത്തിനകത്ത് പോലും ഭഗവാൻ വരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ബ്രഹ്മദേവൻ വിചാരിച്ചു എൻ്റെ സൃഷ്ടിക്കകത്താണ് ഭഗവാൻ എന്ന് വിചാരിച്ചു. ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ട് കയ്യിൽ ഇങ്ങനെ മദൻ ഗോപാൽ നിൽക്കുന്ന മാതിരി ഇതേ രൂപത്തിലായിരുന്നു നിന്നത്. ബ്രഹ്മദേവൻ അവിടെ നോക്കിയപ്പോൾ ഇതേ രൂപത്തിൽ മദൻ ഗോപാൽ കൂട്ടുകാരുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിനു മുമ്പായിട്ട് അവിടെ ന്യൂസ് എത്തി, അഘാസുരൻ, ദേവന്മാർ പോലും ഭയപ്പെട്ട അഘാസുരനെ ഭഗവാൻ വധിച്ചു. അന്നേരത്തേക്ക് ബ്രഹ്മദേവൻ വിചാരിച്ചു, അഘാസുരനെ വധിച്ചോ? ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നേ? അതും ഒരു കൊച്ചുകുട്ടി. അന്നേരത്തേക്ക് ബ്രഹ്മദേവൻ തന്നെയാണ് ക്ഷീരസാഗരത്തിൽ പോയിട്ട് ഭഗവാനെ വിളിച്ചത്, ക്ഷണിച്ചത്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഭഗവാനെ ഭൂഭാരം തീർക്കാൻ അങ്ങ് തന്നെ വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞതാണ്. എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അവിടെ പോയത്. പക്ഷെ ഭഗവാനെ കണ്ടില്ല. ഭഗവാൻ ഹൃദയത്തിൽ ഒരു മെസ്സേജ് കൊടുത്തു, ഞാൻ വന്നുകൊള്ളാം, നിങ്ങളെല്ലാം താഴോട്ട് പൊയ്ക്കോളൂ, എന്നെ സഹായിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും വേണം എന്നുള്ളൊരു അർത്ഥത്തിൽ ഭഗവാൻ ആ ഒരു സന്ദേശം കൊടുത്തപ്പോഴാണ് ബ്രഹ്മദേവനും തൃപ്തിയായത്, എല്ലാവരും തൃപ്തിയായത്. പക്ഷേ അതേ ഭഗവാൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ബ്രഹ്മദേവൻ മനസ്സിലാകുന്നില്ല. അവസാനം എന്ത് ചെയ്തു? ഈ ഒരു കൊച്ചുകുട്ടിക്ക് ഇത്രയും ശക്തിയുണ്ടോ എന്ന് പരീക്ഷിച്ച് കളയാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഭഗവാന്റെ കൂട്ടുകാരെ എല്ലാം, അതായത് ഭഗവാൻ ഇങ്ങനെ കൂടിച്ചേർന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം യശോദാമ്മ കൃഷ്ണന് കൊടുത്തത് തൈര് സാദമായിരുന്നു.
അന്നേരം ആ തൈരും ചോറും കൂടെയൊക്കെ നല്ല മിക്സ് ചെയ്ത്, നമ്മുടെ ഇവിടുത്തെ തൈരല്ല കേട്ടോ, ഭൂലോക വൃന്ദാവനത്തിലെ യശോദാമ്മ കൃഷ്ണന് വേണ്ടി മാത്രം കുറേ പശുക്കളെ വരച്ചിട്ടുണ്ട്. അവർക്ക് ഔഷധികൾ നിറഞ്ഞ പ്രത്യേകം പുല്ലുകളാണ് കൊടുക്കുന്നത്. അതിൽ നിന്ന് ലഭിച്ച തൈരാണ് യശോദാമ്മ കണ്ണന് വേണ്ടി കൊടുക്കുന്നത്. അന്നേരം ആ തൈരിൽ മിക്സ് ചെയ്ത നല്ല ഒന്നാം തരം റൈസ്, അതൊക്കെ മിക്സ് ചെയ്തിട്ട് വായിൽ വെള്ളം വരുന്നറിയാം. അന്നേരം ഇങ്ങനെ തൈര് സാധകം എല്ലാം കൂടെ ആക്കിയിട്ട് അതാണ് ഭഗവാന് പാക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അന്നേരം അവിടെയുള്ള പല കൂട്ടുകാരും ഉണ്ട്, പലരും പല പല വിഭവങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഭഗവാൻ ആ തൈര് സാധം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് പെട്ടെന്ന് കൂട്ടുകാരൻ വന്നിട്ട് പറയുന്നത്, ഭഗവാനെ, സുബൽ വന്നിട്ട് പറയുകയാണ്, ഭഗവാനെ ഇവരെ കാണുന്നില്ല, പശുക്കളെ കാണുന്നില്ല, എവിടെ പോകണമെന്ന് അറിയത്തില്ല. അന്നേരം ഭഗവാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കൂ, കഴിക്കൂ, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരെ ഇവിടെ ഇരുത്തിയിട്ട് ഭഗവാൻ പോവുകയാണ് പശുക്കളെ അന്വേഷിച്ച്, പശുക്കുട്ടികളെ അന്വേഷിച്ച്. അങ്ങനെ പശുക്കുട്ടികളെയൊക്കെ അന്വേഷിച്ച് പോയപ്പോൾ എന്താണ്, ആരെയും കാണുന്നില്ല. അവസാനം പശുക്കുട്ടികളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് പറയാൻ നോക്കിയപ്പോൾ കൂട്ടുകാരെയും കാണുന്നില്ല. അന്നേരം ഭഗവാൻ വെച്ചത് ഇവരൊക്കെ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ്, ഓ ബ്രഹ്മദേവൻ്റെ പണിയാണല്ലേ ഇതൊക്കെ അല്ലേ, അത് ശരി ശരി, തിരിച്ച് ഞാൻ പണി തരാം എന്ന് പറഞ്ഞിട്ട് മദൻ ഗോപാൽ നല്ല ഒന്നൊന്നര പണിയും കൊടുത്തു. എന്താണ്, ഭഗവാൻ വിചാരിച്ചു ബ്രഹ്മദേവൻ തിരിച്ചു വരുന്നതിന്, ബ്രഹ്മദേവനെ കുറിച്ച് സത്യം പറഞ്ഞ ഭഗവാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഭഗവാൻ എന്താണ് ചിന്തിക്കുന്നത്, ഇനി തിരിച്ച് ഗോകുലത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും അന്വേഷിക്കത്തില്ലേ കൂട്ടുകാരെയും പശുക്കളെയൊക്കെ. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു, ഭഗവാന്റെ ഉള്ളിൽ നിന്ന് തന്നെ എല്ലാ പശുക്കളായിട്ട് വിസ്തരിച്ചു, കൂട്ടുകാരായിട്ട് വിസ്തരിച്ചു. എന്തിനേറെ പറയുന്നു, എല്ലാം ഭഗവാൻ തന്നെ. എല്ലായിടത്തും നോക്കിയപ്പോഴും ഗുരുവായൂരപ്പൻ തന്നെ, മദൻ ഗോപാൽ തന്നെ എല്ലായിടത്തും പല രീതിയിലും വിസ്തരിച്ചു. എന്നിട്ട് മദൻ ഗോപാലായിട്ട് തന്നെ ഓടക്കുള്ളിൽ ഊതിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന അതിമനോഹരമായിട്ടുള്ള കീർത്തൻ പാടാം അല്ലേ. छोटी छोटी गैया छोटे छोटे ग्वाल, छोटो सा मेरो मदन गोपाल. छोटी छोटी गैया छोटे छोटे ग्वाल, छोटो सा मेरो मदन गोपाल. आगे आगे गैया पीछे पीछे ग्वाल, बीच में मेरो मदन गोपाल. आगे आगे गैया पीछे पीछे ग्वाल, बीच में मेरो मदन गोपाल. काली काली गैया गोरे गोरे ग्वाल, काली काली गैया गोरे गोरे ग्वाल. श्याम बरन मेरो मदन गोपाल, श्याम बरन मेरो मदन गोपाल. छोटी छोटी लकुटी छोटे छोटे हाथ, छोटी छोटी लकुटी छोटे छोटे हाथ. बंसी बजाए मेरो मदन गोपाल, बंसी बजाए मेरो मदन गोपाल. घास खाए गैया दूध पीबे ग्वाल, घास खाए गैया दूध पीबे ग्वाल. मखन चुराए मेरो मदन गोपाल, मखन चुराए मेरो मदन गोपाल. छोटी छोटी गैया छोटे छोटे ग्वाल, छोटी छोटी गैया छोटे छोटे ग्वाल. छोटा सा मेरो मदन गोपाल, छोटो सा मेरो मदन गोपाल. छोटो सा मेरा मदन गोपाल. കൊച്ചുകുട്ടി അല്ലേ, കൊച്ചു കൊച്ചു പശുക്കൾ, കൊച്ചു കൊച്ചു കൂട്ടുകാർ, കൊച്ചു കൊച്ചു കൈകൾ, കൊച്ചു കൊച്ചു വടികൾ അല്ലേ. എന്തൊക്കെയാണ് ചെയ്യുന്നത്, പശുക്കളെല്ലാം പുല്ല് കഴിക്കുന്നു, ഗ്വാലന്മാരെല്ലാം എന്ത് ചെയ്യുന്നു, പാല് കുടിക്കുന്നു, ഉണ്ണിക്കണ്ണ എന്ത് ചെയ്യുന്നു, വെണ്ണ കഴിക്കുന്നു, വെണ്ണ മോഷ്ടിക്കുന്നു. അങ്ങനെ വളരെ രസകരമായിട്ട് അവരെല്ലാം വീണ്ടും തിരിച്ച് വൃന്ദാവനത്തിലേക്ക് എത്തി. എല്ലാവരും കണ്ട് അത്ഭുതപ്പെട്ടു. കാരണം ഇത്രയും കാലവും കാണുന്നതിനെക്കാട്ടി ഭഗവാനെ കാണുമ്പോൾ ആകർഷണം കൂടുകയാണ്. എന്താണ് ആകർഷണം കൂടുതൽ? കാരണം അവരവരുടെ കുട്ടികളല്ല, അവരവരുടെ പശുക്കുട്ടികളും അല്ല. ഇപ്രാവശ്യം പശുക്കുട്ടികളായിട്ടും മക്കളായിട്ടും വരുന്ന എല്ലാം ഭഗവാൻ തന്നെ. ഭഗവാനാണെന്ന് അറിയുന്നില്ല, പക്ഷെ സ്വാഭാവികമായിട്ടും അവരുടെ ആകർഷണം കൂടി. അവരെല്ലാം വാരി അങ്ങ് എടുത്തു.
എല്ലാ ദിവസവും ഭഗവാനെ കാണുമ്പോൾ ഭഗവാനും ഉണ്ട്, കൂട്ടുകാരും ഉണ്ട്, പശുക്കളും ഉണ്ട്. അന്നേരം എല്ലാവരും ഭഗവാന്റെ അടുത്താണ് ഒത്തുകൂടുന്നത്. കുട്ടികളെ ഒന്നും ശ്രദ്ധിക്കാറില്ല. കാരണം ഭഗവാനിലോട്ടങ്ങ് ആകർഷ്ടരാകും. പക്ഷേ ഇന്നത്തെ ദിവസം എന്തായി, ഭഗവാനെ ശ്രദ്ധിക്കുന്നു, ഭഗവാനോടുള്ള അതേ സ്നേഹം തന്നെ സ്വന്തം കുട്ടികളോടും തോന്നി. അങ്ങനെ കുട്ടികളെ എല്ലാം വാരി എടുത്തു എന്നുള്ളതാണ്. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ഭഗവാനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, ഭഗവാനെ കുളിപ്പിക്കുന്നു. എല്ലാം ഭഗവാൻ തന്നെ. എല്ലാ വീട്ടിലും, തൊഴുത്തിലും പശുക്കളുടെ ഇടയിലും ഭഗവാൻ തന്നെ. പശുക്കുട്ടിയായിട്ട് ഭഗവാൻ പശുക്കുട്ടിയാകുമ്പോൾ എന്ത് രസമായിരിക്കും നോക്കണേ. അങ്ങനെ എല്ലായിടത്തും ഭഗവാൻ തന്നെ. അന്നേരം പശുവിന് പശുക്കുട്ടിയെ വിടാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ പാല് കറക്കാൻ വളരെ ബുദ്ധിമുട്ടായി. എല്ലാവരും ഭയങ്കര പ്രശ്നത്തിലാണ്. ആർക്കും ആ കുട്ടിയെ വിടാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ആകർഷണമായി. അങ്ങനെ ഒരു വർഷത്തോളം അങ്ങനെയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാവരുടെ വീട്ടിലും എല്ലാ തൊഴുത്തിലും എല്ലായിടത്തും ഗുരുവായൂരപ്പൻ ഏതെങ്കിലും രൂപത്തിൽ എപ്പോഴും അമ്പാടിയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതായിരുന്നു ആ ബ്രഹ്മവിമോഹന ലീല. ഒന്ന് ആലോചിച്ച് നോക്കണേ. അതിമനോഹരമായിട്ടുള്ള ആ ലീല. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മദേവൻ വരികയാണ്. ബ്രഹ്മദേവൻ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞതാണ്. നേരത്തെ ബ്രഹ്മദേവൻ വിളിച്ചു, ഇപ്പോൾ ഒരു വർഷമായി, എന്താണ് അവിടെ ഈ കൊച്ചുകുട്ടി ചെയ്യുന്നത്? കൊച്ചുകുട്ടി എന്നാണ് വിചാരിക്കുന്നത്. ആദി നാരായണനാണ്, ആദി വിഷ്ണുവാണെന്ന് മനസ്സിലാവുന്നില്ല. ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി, ഇതുവരെ മനസ്സിലായില്ല. അന്നേരം ബ്രഹ്മദേവൻ ഇങ്ങോട്ട് വന്നിട്ട് അദ്ദേഹം തന്നെയാണ് പാടിയത് സൃഷ്ടിയുടെ തുടക്കത്തിൽ. പക്ഷെ അത് മറന്നുപോയി. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ബ്രഹ്മദേവന് മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം എന്താണ്? അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാ ദിവസവും സത്സംഗം കേൾക്കുന്നതും ഭഗവത്ഗീത പഠിക്കുന്നതും നാമം ജപിക്കുന്നതും. കാരണം നമ്മുടെ പ്രശ്നം എന്താണ്? മറവി നമുക്ക് വലിയൊരു പ്രശ്നമാണ്. ഭൗതിക കാര്യത്തിലുള്ള മറവിയല്ല, ഭഗവാനെ ഓർക്കാൻ മറക്കുന്നു. അതാണ് പ്രശ്നം. എല്ലാവിധ ശാസ്ത്രങ്ങളും എല്ലാവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വിളക്ക് ഇങ്ങോട്ട് വെക്കണം, വിളക്ക് ഈ ദിശയിലേക്ക് വെക്കണം, ഒരു തിരി, രണ്ട് തിരി, മൂന്ന് തിരി, അല്ലേ? ഇത് തിലക് ഇങ്ങനെ ഇടണം, അങ്ങനെ ഇടണം. എല്ലാം എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് എല്ലാ ആചാരങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെണ്ട കൊട്ടുന്നു, മേളമാകുന്നു, ആന, എല്ലാവിധ സജ്ജീകരണങ്ങളും എന്തിനു വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തിനു വേണ്ടിയാണ്? ഒറ്റ വരിയിൽ നമ്മുടെ ശ്രീല രൂപ ഗോസ്വാമി പാദ് പറയുന്നു, സ്മാർത്തവ്യ സതതം വിഷ്ണു വിസ്മാർത്തവ്യം ന ജാതുചിത്. എപ്പോഴും ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയായിരിക്കണം എല്ലാം. ഏത് ആചാരമാണെങ്കിലും ഏത് അനുഷ്ഠാനമാണെങ്കിലും അത് ഭഗവാനെ ഓർക്കാൻ വേണ്ടിയായിരിക്കണം. സ്മാർത്തവ്യ സതതം വിഷ്ണു, എപ്പോഴും ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയായിരിക്കണം എല്ലാ കാര്യങ്ങളും. അതിനുവേണ്ടിയല്ല ഒരു ആചാരമെങ്കിൽ എന്തിനാണ് അത് പിന്നെ ചെയ്യുന്നത്? ചെയ്തിട്ട് ഒരു ഉപയോഗമില്ല. വിസ്മാർത്തവ്യം ന ജാതുചിത് സർവവേദ നിഷേധസ്യോ. അത് എല്ലാവിധ വേദങ്ങളും ഉപനിഷത്തുകളും പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. സ്മാർത്തവ്യ സതതം വിഷ്ണു വിസ്മാർത്തവ്യം ന ജാതുചിത്. ഒരിക്കലും ഭഗവാനെ വിസ്മരിക്കാതിരിക്കുക. അതിനു വേണ്ടിയാണ് എല്ലാവിധ ശാസ്ത്രങ്ങളും പറയുന്നത്. അന്നേരം നമ്മുടെ ഈ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാവിധ പാരായണമാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ആചാര അനുഷ്ഠാനങ്ങളാണെങ്കിലും പൂജാവിധികളാണെങ്കിലും യജ്ഞമാണെങ്കിലും തേങ്ങ അടിക്കുന്നതാണെങ്കിലും വെടി പൊട്ടിക്കുന്നതാണെങ്കിലും എല്ലാം, ഭസ്മം ഇടുന്നതാണെങ്കിലും കുറി ഇടുന്നതാണെങ്കിലും ചന്ദനം ഇടുന്നത് എല്ലാം എന്തിനു വേണ്ടിയായിരിക്കണം? ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയായിരിക്കണം. ഇതല്ലാതെ ഒരു പ്രഹസനം മാത്രമാവും ഭഗവാനെ സ്മരിച്ചില്ലെങ്കിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ബ്രഹ്മദേവൻ പോലും മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം എന്താണ് പറയുന്നത്? അന്നേരം ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ടെൻഷൻ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ വിഗ്രഹം വെക്കാൻ പാടില്ല, ഓടക്കുള്ളിൽ വെക്കാൻ പാടില്ല, ഓടക്കുള്ളിൽ വെച്ച എല്ലാ കാശും എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ എന്തൊക്കെ പുതിയ പുതിയ ആചാരങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാം. അതും കൂടാതെ ഇപ്പം പുതിയ കണ്ടുപിടുത്തമുണ്ട്. എന്താണ് ഈ ലാഫിംഗ് ബുദ്ധ എന്ന് പറഞ്ഞ് ഒരു തടിയന്മാരുടെ ഒരു ചിരിക്കുന്ന ഒരു മുഖം എടുത്ത് ഇത് വെച്ചാലേ വീട്ടിൽ ഐശ്വര്യം വരും. അങ്ങനെ കുറച്ച് ആൾക്കാർ ചൈനീസ് ഫെങ്ഷുയി എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്തോ ഒരു പുതിയ തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ തുടങ്ങുന്നു. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് നമ്മുടെ. ഗുരുവായൂർ ഇരിക്കുമ്പോൾ ഐശ്വര്യമൊന്നും വരത്തില്ല. അതിനാണ് ഇനി പുതിയൊരു തടിയൻ്റെ ഫോട്ടോയും കൂടെ വെച്ചെങ്കിൽ ഇത് ഏത് ശാസ്ത്രത്തിൽ പറയുന്നു ഭഗവാനെ അറിയത്തുള്ളൂ.
ഇവിടെ ഇന്ത്യയിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ചൈനയിൽ നിന്ന് പുതിയൊരാളെ കണ്ടുപിടിക്കുന്നത്. അന്നേരം ഇങ്ങനെ കുറേ നമുക്കെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് നടന്ന് കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ അത് കാര്യങ്ങൾ നടക്കണമെങ്കിൽ നടത്തേണ്ട ആളിനെ നമ്മൾ കൂട്ടത്തിൽ പിടിക്കണം. അന്നേരം അദ്ദേഹം ഇല്ലാതെ നമ്മൾ കാര്യങ്ങൾ നടത്താൻ നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എല്ലാം മുടങ്ങിപ്പോകുന്നത്. അതാണ് പ്രശ്നം. അദ്ദേഹത്തെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ ഒരു കാര്യവും തടസ്സപ്പെടുത്തില്ല. പക്ഷെ നമുക്ക് അദ്ദേഹത്തെ അല്ല വേണ്ടുന്നത്, അതാണ് പ്രശ്നം. നമുക്ക് വേണ്ടുന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ശക്തികളും അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, ഇതൊക്കെയാണ് വേണ്ടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നത്. നമ്മളൊന്ന് ഉദ്ദേശിച്ചത് ഇൻ ജനറൽ, നിങ്ങളെല്ലാം ഭക്തരാണ് എനിക്കറിയാം. അന്നേരം പൊതുവേ നമ്മുടെ ജീവിതം അങ്ങനെ ആയിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഭഗവാനെ നമുക്ക് വേണ്ട, ഭഗവാനെ മറന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എല്ലായിടത്തും മുടക്ക് വരുന്നത്, തടസ്സപ്പെടുന്നത്. അത് ഭഗവാനായിട്ട് മുടക്കുന്നതല്ല, ഭഗവാൻ ഇല്ലെങ്കിൽ അതേ സംഭവിക്കൂ. മനസ്സിലാക്കിയിരിക്കുക. ഭഗവാൻ ഇല്ലെങ്കിൽ അത് നടന്നു കിട്ടിയാൽ അത് ഭഗവാന്റെ കാരുണ്യമാണെന്ന് വിചാരിച്ചോണം. അത്രയ്ക്ക് നമ്മൾ ഭിക്ഷ എടുത്തുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ശരി ഇന്ന എടുത്തോണ്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തരുകയാണ്. ശല്യം തീർക്കാൻ വേണ്ടി അങ്ങ് നടത്തി തരുന്നതാണ്. പക്ഷേ ഭഗവാനാണ് നമ്മുടെ കൂട്ടത്തിലുള്ളതെങ്കിൽ പിന്നെ ഒരു കാര്യവും ടെൻഷൻ അടിക്കില്ല. നടന്നാലും നല്ലത്, നടന്നില്ലെങ്കിലും നല്ലത്. ഉർവശി ശാപമാണെങ്കിൽ പോലും അതുപോലും ഉപകാരമായിട്ട് വരും. നമ്മൾ കേട്ടില്ലേ? കാരണം അർജുൻ അവിടെ പോയതിനു ശേഷം തിരിച്ചു വന്നപ്പോൾ എന്തായി? ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എല്ലാം നടന്നു, ഇങ്ങനൊരു ശാപം കിട്ടി. ഞാൻ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു ഇത് ഞാൻ ആഗ്രഹിച്ചതാണ്. ഭഗവാന്റെ പ്ലാൻ അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നേരം നമ്മൾ ഭഗവത് ഭക്തി വരുമ്പോൾ ഭഗവാനെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അതിൻ്റെ അർത്ഥം ആശ്രയിച്ച് ജീവിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യാതെ മടി പിടിച്ചിരിക്കുകയാണോ? തിന്നു ഉറങ്ങിയും ജീവിക്കുകയാണോ? അല്ല. നമ്മൾ ഒരു ഭക്തനെ നോക്കി, യഥാർത്ഥ ഭക്തനെ നോക്കിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് 24 മണിക്കൂറും ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട്. 24 മണിക്കൂറും അതൊക്കെയാണ്, തള്ളുന്നതിന് ഒരു ലിമിറ്റില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ സത്യമാണ്, അവർ ഉറങ്ങുന്നത് വളരെ കുറച്ചായിരിക്കും. അവർ കൂടുതൽ സമയം എന്തായിരിക്കും? ഭഗവാന് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ട്. അവർ ഉറങ്ങുന്നത് എന്തിനാണ്? ഉറങ്ങിയതിന് ശേഷം വീണ്ടും പ്രവർത്തിക്കാൻ വേണ്ടിയാണ്, ഭഗവത് സേവനം അനുഷ്ഠിക്കാൻ വേണ്ടിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാലും എല്ലാ ദേവീ ദേവന്മാരും ഇതേ ഒരു ഭഗവാനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് വേറെ എന്നുള്ള ചിന്ത നമ്മുടെ അപക്വത കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. അല്ലാതെ ദേവന്മാർക്ക് തമ്മി കൺഫ്യൂഷനൊന്നുമില്ല. അവർ ഒരേ സ്വരത്തിൽ ഒരേ ഭാവത്തോടു കൂടി ഗുരുവായൂരപ്പനെ അംഗീകരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നു എല്ലാ ദേവീ ദേവന്മാരും. മനസ്സിലാക്കിയിരിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈഭവത്താലാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പേ ഒരു സത്സംഗത്തിൽ പറഞ്ഞില്ലേ, സാക്ഷാൽ സൂര്യദേവൻ പോലും കറക്റ്റായിട്ട് ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എന്തുകൊണ്ടാണ്? അത് ഭഗവാനെ പേടിച്ചിട്ടാണ് എന്ന് ശാസ്ത്രത്തിൽ പറയുന്നു. അന്നേരം നമ്മുടെ മോഡേൺ സയൻസ് അനുസരിച്ച് സൂര്യൻ കറങ്ങുന്നില്ല. പക്ഷേ സൂര്യൻ കറങ്ങുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സൂര്യനെ കറങ്ങുന്നുള്ളൂ, നമ്മളാരും കറങ്ങുന്നില്ല. ഇതൊക്കെ വിചാരിക്കും ഇതെന്തോന്നൊക്കെയാണ് പറയുന്നത് അല്ലേ, എന്തോ ഉറക്കച്ചെവിത്തയിൽ എന്തൊക്കെയോ പറയുന്നതാണ് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഭാഗവതമൊക്കെ നല്ലപോലെ ഒന്ന് വായിക്കണം. നമ്മൾ പാരായണം ചെയ്യുന്നില്ലേ? പാരായണം ചെയ്യുന്നതൊന്നും അർത്ഥം അറിഞ്ഞിട്ടല്ലല്ലേ. അതൊക്കെ കൊണ്ടാണ് പ്രശ്നം. 5-ാമത്തെ സ്കന്ധം നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കൂ. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അന്നേരം വ്യാസദേവൻ പറയുന്നതാണോ നമ്മൾ അംഗീകരിക്കേണ്ടത്, അതോ പുതിയ സോക്കോൾഡ് ആൾക്കാർ പറയുന്നതാണോ അംഗീകരിക്കേണ്ടത്? അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം കുട്ടികളൊക്കെ ഇതിനകത്ത് ബുക്സിൽ എഴുതി കഴിഞ്ഞാൽ, ഈ ഭാഗവത്തിലെ കാര്യങ്ങൾ എഴുതിയാൽ തീർച്ചയായിട്ടും 0 മാർക്സേ കിട്ടും. അതുകൊണ്ട് പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി എന്താണോ അവർ പഠിപ്പിക്കുന്നത് അത് തന്നെ എഴുതുക. പക്ഷെ സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, സത്യം പറഞ്ഞത് ഭാഗവതത്തിലാണ്. കാരണം വ്യാസമഹർഷി എഴുതിയതാണ് ഫൈനൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മുടെ വൈദിക സംസ്കാരമെല്ലാം. പക്ഷേ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ വന്നു. മോഡേൺ ആകാൻ ആൾക്കാർ ആഗ്രഹിച്ചു അല്ലേ? കാരണം നമ്മളെല്ലാം പഴഞ്ചൻ ആൾക്കാരല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു അന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഇപ്പോഴും നമ്മൾ ആ പരമ്പരയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വളരെ ബുദ്ധിപരമായിട്ട് കൂറോടുകൂടി ആ ഒരു ഗുരുശിഷ്യ പരമ്പര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ പഴഞ്ചൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോഴും നമ്മൾ പാലിക്കുന്നു. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, സത്യമാണ്. മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടും ഒരു മോഡേൺ രീതിയിൽ ചിന്തിക്കാതെ അതേ പഴയ രീതിയിൽ തന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷെ അതിൽ നിന്നും പഴക്കമുള്ള എല്ലാം കൊണ്ടും ആധികാരികമായിട്ടുള്ള ആ ഗ്രന്ഥങ്ങളെയൊക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്.
എന്നിട്ട് നമ്മൾ പറയുന്നത് മോഡേൺ ആൾക്കാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും പൊതുവേ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. എനിക്കിപ്പം ആരെ വേണമെങ്കിലും കുറ്റപ്പെടുത്താം അല്ലേ, നമ്മുടെ മന്ത്രിസഭയെ കുറ്റപ്പെടുത്താം, അതൊക്കെ വളരെ എളുപ്പമാണ്. സൊല്യൂഷൻ അല്ലേ നമുക്ക് വേണ്ടത്? സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ. ഇപ്പം കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് ഇടയിൽ നിങ്ങൾ പഠിക്കുന്നതെല്ലാം തെറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾ പഠിച്ചോട്ടെ, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭഗവത്ഗീത ഭാഗവതമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. കൂട്ടത്തിൽ പഠിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അവർക്ക് 64 കാര്യങ്ങളിൽ അവർ എക്സ്പേർട്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് പോകണേ. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു ഫീൽഡെന്ന് പറഞ്ഞാൽ അതിൽ മാത്രമേ അറിയൂ, അത് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ, വേറെ ഒന്നിനെക്കുറിച്ചും അറിയത്തില്ല. എൻജിനീയർ ആണെങ്കിൽ എൻജിനീയർ, അതും കംപ്ലീറ്റ് ഇല്ല. കാരണം ഇന്നത്തെ കാലത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും ഒപ്പിക്കുക എന്നത് മാത്രമാണ്. ഞാൻ പല യൂത്ത് പ്രീച്ചിങ്ങിലൊക്കെ ബോയ്സുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രൊജക്റ്റ് വരുമ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാം. കുറച്ച് കാശ് കൊടുക്കുക, ഒരാളെ കൊണ്ട് ആ പ്രൊജക്റ്റ് അങ്ങ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് ഇവരുടെ പേരും എടുത്തിട്ട് അത്രയേ ഉള്ളൂ, മാർക്സ് കിട്ടുമല്ലോ. മെനക്കെടാൻ വയ്യ. ഇവരെന്ത് ചെയ്യും? ഇവർ ടി വിയും കണ്ടും കളിച്ചും ക്രിക്കറ്റും കളിച്ചിട്ട് എങ്ങനെ ഇരിക്കും? ഒന്ന് ആലോചിച്ചു പോകണേ. അന്നേരം സർട്ടിഫിക്കറ്റ് വരുമ്പോൾ എൻജിനീയറാണ്, മാർക്കും ഉണ്ട്, പക്ഷേ എൻജിനീയറിങ് അറിഞ്ഞുകൂടാ. എൻ്റെ പേടി ഇനി ഡോക്ടർമാരും അങ്ങനെയാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഡോക്ടർമാരും അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും എല്ലാ കാര്യങ്ങളും. അന്നേരം പൊതുവേ എൻജിനീയറിങ് ഫീൽഡായതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് കുറച്ച് അറിയാൻ പറ്റും ഇവർക്ക് എത്രത്തോളം നോളജ് ഉണ്ടെന്ന്. അന്നേരം പേര് നല്ല ഡിഗ്രീസൊക്കെ ഉണ്ട്, നല്ല ടോപ്പ് കോളേജിൽ നിന്ന് ഡിഗ്രിയൊക്കെയാണ്, പക്ഷേ ABCD പോലും അറിയത്തില്ല. മോനെ ഡയോഡ് എന്താണ്, സെമി കണ്ടക്ടർ എന്താണെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. കമ്പ്യൂട്ടർ ചിപ്പ്, പ്രോസസ്സർ, നമ്മുടെ i3 i5 ഇതൊക്കെയല്ലേ. പക്ഷേ പ്രോഗ്രാമിംഗ് ലെവലിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ പോലും ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അറിയുന്നില്ല. അന്നേരം അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആൾക്കാർ പോകുന്നത്. അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നു, എന്തിൻ്റെ അഡ്വാൻസ്മെൻ്റ് ആണെന്ന് ഒരു പിടിയില്ല. അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആകേണ്ടത്, ശ്രീല പ്രഭുപാദ് പറയുന്നത്, നമ്മുടെ ബോധത്തെ അഡ്വാൻസ് ചെയ്യുക. ആ ബോധം അഡ്വാൻസ്ഡ് ആകും തോറും നമ്മുടെ പ്രവൃത്തികൾ അഡ്വാൻസ്ഡ് ആകും. നമ്മുടെ വൈദിക സംസ്കാരം അനുസരിച്ച് നമ്മുടെ ആ ഒരു പരമ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മഹത്തായിട്ടുള്ള പരമ്പരയാണെന്നറിയോ. ലളിതമായിട്ടുള്ള ജീവിതവും ഉയർന്ന ചിന്താഗതിയും അവരുടെയൊക്കെ ബുദ്ധിയും ശക്തിയും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിരുന്നു നമ്മുടെ ബോധം. അന്നേരം ഇപ്പോഴും നമ്മൾ ആ ഒരു ആത്മീയ തലത്തിൽ ഉയരുകയാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തത് ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കഴിവുകളൊക്കെ ഇന്ന് ഉറങ്ങിക്കിടക്കുകയാണ്. അതിനെ നമ്മൾ കൂടുതൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ പേരിൽ അതെല്ലാം കൂടുതൽ താരാട്ട് പാടി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ നമ്മുടെ ശക്തികളൊക്കെ ഇരിക്കുന്ന അകത്താണ്, പുറത്തല്ല. അകത്തെന്നുള്ള ശക്തികളെ ഉണർത്താത്തതുകൊണ്ട് നമ്മൾ പുറത്തുള്ള കാര്യങ്ങളെ കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഗന്നാഥ് ബൽദേവ് സുഭദ്രമായി കി ജയ്. അന്നേരം അകത്തുനിന്നാണ് നമ്മൾ അഡ്വാൻസ്ഡ് ആകേണ്ടത്. പുറത്തുനിന്ന് സത്യം പറഞ്ഞാൽ ഒരു കാട്ടിൽ ജീവിച്ചാലും കുഴപ്പമില്ല. നമുക്ക് വേണ്ടുന്നത് ലളിതമായിട്ടുള്ള ജീവിതമാണ് പുറത്ത് വേണ്ടുന്നത്. പക്ഷെ അകത്തുനിന്ന് നമ്മൾ നല്ല അഡ്വാൻസ്ഡ് ആയിരിക്കണം. നമ്മുടെ ചിന്താഗതി, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം ഇതെല്ലാം അകത്തുനിന്നല്ലേ വരുന്നത് അല്ലേ. പുറത്തുനിന്ന് നല്ല ടിപ്പ് ടോപ്പ് ഷർട്ടും വലിയ കോസ്റ്റ്ലി വീടുകളിലും വലിയ കോസ്റ്റ്ലി വണ്ടിയിലുമാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ വെറും തറ ചിന്താഗതിയാണ്. പക്ഷെ വൈദിക സംസ്കാരം അനുസരിച്ച് നോക്കുമ്പോൾ ഒരു മുനിയെ, ഒരു യോഗിയോ, ഒരു രാജാവിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജാവ് വലിയ രീതിയിലുള്ള ലക്ഷറിയസ് ഇതിൽ ജീവിക്കുകയാണെങ്കിൽ ഉള്ളിൽ വെറും സാധുവായിരിക്കും. അതുകൊണ്ടാണ് അവരെ രാജഋഷി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ രാജാക്കന്മാരൊക്കെ ഒരു യോഗിയുടെ ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ നേരെ തല കുനിച്ച് തല താഴെയാക്കി നമസ്കരിക്കും. കാരണം അദ്ദേഹത്തിന് അറിയാം ഇതിലൊന്നും വലിയ കാര്യമില്ല, കൊട്ടാരത്തിലും ആർഭാടത്തിലൊന്നും കാര്യമില്ലെന്നറിയാം. ഇവരെ കാണുമ്പോഴത്തേക്ക് അവരുടെ ശരീരം മുഴുവൻ ശോഷിച്ചും ക്ഷയിച്ചും ഇരിക്കുകയാണ്. ആ ഒരു പേരിന് വേണ്ടി ഒരു കുടിലുണ്ടെന്നേ ഉള്ളൂ. കാരണം എന്താണ്, എത്ര വലിയ വീട് കെട്ടിയാലും എന്തായാലും അതെന്താണ്, ഒരു ദിവസം നശിക്കും. അതിൽ യാതൊരു സംശയമില്ല. മനസ്സിലായില്ലേ? അന്നേരം എത്ര വർഷം വരെ നമുക്കൊരു വീടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? വീടിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോകുന്നു. അവസാനം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ബാക്കി കാണത്തില്ല.
അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, വീടിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു, നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു, നമ്മുടെ ബാങ്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അന്നേരം നമ്മൾ പോകേണ്ട സമയമായി. പക്ഷെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്ന് കിടക്കാൻ കുറച്ച് സ്ഥലം വേണം, അത്രയേ ഉള്ളൂ, അതിനു വേണ്ടി കെട്ടിപ്പണിത് ഉയർത്തും, അടുത്ത ദിവസം. ഇത് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്ന, അവരുടെ ആ ഒരു ചിന്താഗതി എത്ര പ്രാക്ടിക്കലാണ് നോക്കണേ. അന്നേരം അവരാ കുടിലൊക്കെ കെട്ടിയിരിക്കുവാണ്. അന്നേരത്തേക്ക് പിന്നെ ഒരു മഴയോ ഇതൊക്കെ പെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വീണ്ടും പുതിയ ഒരെണ്ണം കെട്ടും, അത്രയേ ഉള്ളൂ. തൽക്കാലം കിടക്കാൻ വേണ്ടി ഒരു സ്ഥലം, തൽക്കാലത്തേക്ക് അന്നത്തെ ദിവസം. കാരണം എത്ര വലിയ സ്റ്റോറേജ് ഉണ്ടാക്കിയാലും സ്റ്റോറിങ് ഒക്കെ ചെയ്താലും നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അന്നേരം കഴിക്കാൻ പറ്റുന്നതേ കഴിക്കാൻ പറ്റും, അല്ലേ? ഇനി നമ്മളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചു, നമ്മളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അർത്ഥം? അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ യോഗികളുടെയൊക്കെ ചിന്തകൾ എത്ര പ്രാക്ടിക്കലാണ് നോക്കണേ. നമ്മൾ 10,000 ഇങ്ങനെ നെല്ലും അതും ഇതൊക്കെ വെച്ച് എത്രയോ വർഷത്തേക്കുള്ള നെല്ലൊക്കെ നമ്മളിങ്ങനെ കൂട്ടി വയ്ക്കുകയാണ്. നമ്മളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതൊക്കെ? അതുകൊണ്ട് യോഗികൾ വളരെ പ്രാക്ടിക്കലാണ്. അവരെന്ത് ചെയ്യുമെന്നറിയോ, ഇന്ന് എവിടെയാണ് താമസിക്കാൻ പറ്റുന്നത്, അതിന് ഒരു മരച്ചുവട്ടിലാണ്, ഓക്കെ ഇത് മതി. അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഒരു ടെമ്പററി ആയിട്ടൊരു ഷെഡ്, കാരണം കുറച്ച് കാലം ഇവിടെ കാണും, ഒരു 2-3 ദിവസത്തേക്ക്, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ അവർ പ്ലാൻ ചെയ്യത്തേ ഇല്ല. കാരണം എന്താണ്, നമ്മുടെ ഒരു ഗ്യാരണ്ടി ഇല്ല. എത്ര പ്രാക്ടിക്കലാണ് നോക്കണേ. ഇനി അതുകൂടാതെ വേറെയും കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിക്കും വട്ടാണെന്ന്. ഈവൻ നമ്മുടെ ആ ഒരു പണ്ടത്തെ ആ ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ നോക്കുകയാണെങ്കിൽ അവർ എന്താണ് നോക്കുന്നതെന്ന് വെച്ചാൽ, ആ ഒരു എവിടെയെങ്കിലും പോവുക, ആ ഒരു ഔട്ട്പുട്ട് അങ്ങ് ഇടുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് അവിടേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, ഇന്നത്തെ കാലമല്ല ഞാൻ പറഞ്ഞത്, അന്ന് അങ്ങനെയായിരുന്നു. അന്നേരം തുറന്ന വിജനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അന്ന് കഴിക്കുന്ന ഭക്ഷണവും അതിനനുസരിച്ചുള്ള സാത്വിക ഭക്ഷണം ആയതുകൊണ്ട് ആ പുറത്ത് വരുന്ന ആ ഒരു മലത്തിന് പോലും ദുഷിച്ച ഇതൊന്നും കാണത്തില്ല. അതുകൂടാതെ അത് പ്രകൃതിക്ക് ഒരു വളമായിട്ട് തന്നെ മാറും. സത്യമാണ്, ഞാൻ ഇത് തുറന്നു പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം, പക്ഷേ ഇത് സത്യമാണ്. പക്ഷെ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ടോക്സിൻസ് ആണ്, കഴിക്കുന്ന ഓരോ മാംസഭക്ഷണമാണ്. അതൊക്കെ പുറത്തു വരുമ്പോൾ അതിൽ നിന്നും വലിയ ദുർഗന്ധമായിരിക്കും, വളരെ മോശപ്പെട്ടു. കാരണം കഴിക്കുന്ന ആളുടെ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഋഷഭദേവൻ, സാക്ഷാൽ ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള ഋഷഭദേവൻ അവധൂത ധർമ്മം സ്വീകരിച്ച് കിടക്കുകയായിരുന്നു. അതായത് അവധൂത ധർമ്മത്തിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ചിലപ്പോൾ, പക്ഷെ അദ്ദേഹം ആത്മീയ തലത്തിലെ ഒരു പരമതലത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇന്ന് കലിയുഗത്തിൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം അദ്ദേഹം എന്താണ്, ഇങ്ങനെ കിടക്കും, അനങ്ങത്തില്ല. അന്നേരം വരുന്ന സമയത്ത് ഏതെങ്കിലും ഭക്ഷണം വായിൻ്റെ അടുത്ത് വന്നുവേണമെങ്കിൽ കഴിക്കും. എന്നിട്ട് അദ്ദേഹം പല രീതിയിലുള്ള വിസർജനം നോക്കി. ഇത് കേട്ട് കഴിഞ്ഞാൽ മോഡേൺ ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല, പക്ഷേ ഇത് മനസ്സിലാക്കിയിരിക്കണം, ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അന്നേരം അദ്ദേഹത്തിൽ നിന്ന് ആ ഒരു മലവിസർജനമൊക്കെ പുറത്തു വന്നു. അത് എത്രയോ മൈലുകളോളം അതിൽ നിന്നും സുഗന്ധം വരുമായിരുന്നു എന്നാണ് പറയുന്നത്. പൊതുവെ ഒരു മലം പുറത്തു വന്നു കഴിഞ്ഞാൽ ഏറ്റവും ദുർഗന്ധമല്ലേ, നമുക്ക് പോലും നമ്മുടെ മലത്തെ ഇഷ്ടമല്ല, നമ്മൾ അതിനെ ഒരിക്കലും തൊടത്തില്ല. പക്ഷെ ഋഷഭദേവന്റെ സാക്ഷാൽ ഭഗവാനിൽ നിന്ന് വരുന്ന ആ ഒരു ഭൗതിക ലോകത്തിൽ അവതരിച്ച സമയത്ത് അദ്ദേഹം കാണിക്കുകയാണ് ഒരു ആധ്യാത്മിക തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളുടെ ആ ഒരു ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഏത് ബോധത്തിൽ കഴിക്കുന്നോ അത് അനുസരിച്ചായിരിക്കും മലവും പുറത്തു വരുന്നത്. ഒന്ന് ആലോചിച്ച് പോകണം, എത്ര ഡീപ്പ് സയൻസാണ് നോക്കണേ. പക്ഷെ അതേ സമയത്ത് ഇന്നത്തെ കാലത്ത് തോന്നിയ രീതിയിലുള്ള ഭക്ഷണം, തോന്നിയ രീതിയിലുള്ള ബോധം, തോന്നിയ രീതിയിലുള്ള ചിന്താഗതി, അന്നേരം വേർപ്പിന് വരെ ദുർഗന്ധമാണ് നോക്കണം. വേർപ്പിന് വരെ ദുർഗന്ധമാണ്. കാരണം നമ്മുടെ ബോധമാണ് ആ ഒരു രീതിയിലുള്ള മാലിന്യമായിട്ട് പുറത്തു വരുന്നത്. അന്നേരം നമ്മുടെ ശരീരത്തിൽ നിന്ന്, അതുകൊണ്ടാണ് വൈഷ്ണവ സന്യാസിമാരെ അവരെ ദഹിപ്പിക്കത്തില്ല, അവർക്ക് സമാധിയാണ് കൊടുക്കുന്നത്. കാരണം എന്താണ്, അവരുടെ ശരീരത്തിൽ അശുദ്ധി ഇല്ല, അവരുടെ ശരീരം പൂജനീയമാണ്. കാരണം എന്തുകൊണ്ടാണ്, അവരുടെ കായേന വാചാ മനസ്സ, അവരുടെ ശരീരം കൊണ്ട് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ജീവിതം മുഴുവൻ കൊടുത്തു. അവരുടെ മനസ്സെപ്പോഴും ഭഗവാനിലാണ്, അവരുടെ ശബ്ദവും ഭഗവാന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ശരീരം പവിത്രമാണ്, പരിശുദ്ധമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം നമ്മുടെ ഈ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ വാക്കുകൾ കൊണ്ടും, അത് നമ്മൾ സന്യാസി ആകണമെന്നില്ല, ഗൃഹസ്ഥരായിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അങ്ങനെയൊന്നുമില്ല.
എത്രത്തോളം നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ സേവനം, ഭഗവാന്റെ സേവനം ചെയ്യുന്നോ, എത്രത്തോളം നമ്മുടെ മനസ്സ് ഭഗവാനിൽ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നോ, നമ്മുടെ വാക്കുകൾ എത്രത്തോളം ഭഗവാനെക്കുറിച്ച് സംസാരിക്കുന്നോ, അത്രത്തോളം എന്താവും? നമ്മുടെ ശരീരവും പരിശുദ്ധമാകും. സത്യമാണ്. നമ്മുടെ ബോധത്തിനനുസരിച്ചിരിക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളും. അന്നേരം ഈ ഒരു ശരീരത്തെ ഒരാൾ സ്പർശിക്കുമ്പോൾ തന്നെ, നമ്മൾ ഭഗവത് ഭക്തരായി കഴിഞ്ഞാൽ ശരീരത്തെ സ്പർശിക്കുമ്പോൾ തന്നെ അവർ എത്രയോ പ്രാവശ്യം ഗംഗയെ കുളിച്ച ആ ഒരു ഫലമാണ് അവർക്ക് ലഭിക്കുന്നത്. മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത്. ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത് ഒരു പരിശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശ്രീല പ്രഭുപാദിന്റെ എത്രയോ ശിഷ്യന്മാരെ പോലെയുള്ള ഭക്തരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എത്രയോ സന്യാസി ഭക്തരൊക്കെ ഉണ്ട് ഹരേ കൃഷ്ണ ഇതിലൊക്കെ, എത്രയോ ഗൃഹസ്ഥ സീനിയറായിട്ടുള്ള പ്രഭുപാദിന്റെ ശിഷ്യരും അങ്ങനെയുള്ള ഭക്തരൊക്കെ ഉണ്ട്. അന്നേരം അങ്ങനെയുള്ള ഭക്തരെ ഒന്ന് തൊടുന്നത് ഗംഗയിൽ എത്രയോ പ്രാവശ്യം കുളിക്കുന്നതിനെ കാട്ടി ഉപരിയാണെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം ഗംഗാദേവി പോലും കൊതിക്കും ഇങ്ങനെയുള്ള ഭക്തരുടെ സ്പർശനത്തിന് വേണ്ടി എന്നാണ് പറയുന്നത്. ഇത് തള്ളുന്നതല്ല, സത്യമാണ്. കാരണം എന്താണ്? അവർക്ക് വേറൊരു ചിന്തയില്ല. ഭഗവത് ഭക്തി അല്ലാതെ, ഗുരുവായൂരപ്പനല്ലാതെ വേറൊരു ചിന്തയില്ല. അത് കാരണം ഈ ഗംഗയിൽ പല ആൾക്കാരും കുളിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഗംഗയിൽ കുളിക്കാൻ വരുന്നത് അവരുടെ പാപത്തെ ഇറക്കി വെക്കാൻ വേണ്ടിയാണ്. അവരുടെ പാപകർമ്മങ്ങൾ ഇറക്കാൻ. ഗംഗയിൽ കുളിക്കുമ്പോൾ നമ്മുടെ പാപകർമ്മങ്ങളൊക്കെ നശിക്കും. ഗംഗാദേവിക്ക് അങ്ങോട്ട് പണി കൊടുക്കാനാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഭക്തർ വരുമ്പോൾ ഗംഗാദേവി പരിശുദ്ധമാകുമെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് പോകണം. കാരണം ഗംഗാദേവി സ്വീകരിച്ച നമ്മുടെ പാപങ്ങൾ പോലും അവർ കരിച്ചു കളയും ഇങ്ങനെയുള്ള പരിശുദ്ധ ഭക്തരുടെ സ്പർശനം കൊണ്ടാണെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം ഒരു പരിശുദ്ധ ഭക്തരെ ലവമാത്ര സാധു സംഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു നിമിഷമെങ്കിലും ഭക്തരുടെ ആ ഒരു സത്സംഗം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു സൗഭാഗ്യമാണ്. അന്നേരം നമുക്ക് ശ്രീല പ്രഭുപാദിയുടെ ഗ്രന്ഥങ്ങളുടെ ആ ഒരു സത്സംഗം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ ചിലപ്പോൾ എത്രയോ പ്രാവശ്യം ഗംഗാദേവിയുടെ ആ ജലത്തിൽ കുളിക്കുന്നതിനെക്കാട്ടിയും നമ്മൾ ഓരോ ദിവസവും ആ ശ്രീല പ്രഭുപാദിയുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ എന്തുമാത്രമാണ് നമ്മളുടെ ഹൃദയം പരിശുദ്ധമാകുന്നതെന്ന് നോക്കണം. അതാണ് ആ പവർ, ഭക്തന്റെ പവർ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇന്നത്തെ ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? വർഷകാലം, അതായത് ശ്ലോകം ഇതാണ്: ഇതം ശരൽ പ്രാവിഷ്കാവൃത്തു ഹരേ വിശൃണ്വതോ മേ അനുസവം യശോ അമലം സങ്കീർത്യമാനം മുനിഭിർ മഹാത്മഭിർ ഭക്തി പ്രവൃത്താത്മരജസ്തമോപഹ. ഇതാണ് വിവർത്തനത്തിൽ ശ്രീല പ്രഭുപാദി പറയുന്നത്. നമുക്ക് നോക്കാം. പരമപുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുത സേവനം സർവ്വജീവാത്മാക്കളുടെയും സ്വാഭാവിക പ്രവണതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്രഹ്മവിമോഹന ലീലയിൽ, അതായത് ഭഗവാൻ കൃഷ്ണൻ തന്നെ പശുക്കളും കൂട്ടുകാരും ആയപ്പോൾ ആ ഓരോ അമ്മമാർക്കും അവരുടെ അച്ഛനമ്മമാർക്കും ആ കുട്ടികളോടുള്ള ആകർഷണം കൂടിയെന്നുള്ളതാണ്. അതുവരെ ഇല്ലാത്ത ആകർഷണം. കാരണം ഇത് സ്വാഭാവികമാണ്. അതായത് നമുക്ക് ഭഗവാനോട് ഒരു ആകർഷണം തോന്നുന്നത് വലിയ അതിശയമൊന്നും വേണ്ട. ഗുരുവായൂരപ്പനെ നമുക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത് വലിയ അതിശയമൊന്നും വേണ്ട. ഇഷ്ടമല്ലെങ്കിൽ അതിശയപ്പെടുക, ഇഷ്ടമല്ലെങ്കിൽ അത്ഭുതപ്പെടുക. കാരണം നമ്മുടെ ആ യഥാർത്ഥ ബന്ധു എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അന്നേരം നമുക്ക് നമ്മൾ ആത്മാവിന് ആ പരമാത്മാവുമായിട്ടൊരു ശാശ്വത ബന്ധമുണ്ട്. ആ ഒരു ബന്ധത്തെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എന്നാൽ ഇവിടെ അടുത്ത് എന്താണ് പറയുന്നത്? ഏവരിലും ഈ സഹജവാസന സുപ്തമായിരിക്കുന്നു, അല്ലേ? എല്ലാവരിലും അതുണ്ട്. കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് ഡോർമെന്റ് ഇൻ എവറിബഡീസ് ഹാർട്ട് എന്നാണ് ശ്രീല പ്രഭുപാദി പറയുന്നത്. ഇത് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു. അതായത് ആ കൃഷ്ണപ്രേമം, ഭഗവാനോടുള്ള ആ കൃഷ്ണപ്രേമം ബീജാവസ്ഥയിൽ എല്ലാവരുടെ ഹൃദയത്തിലുമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീല പ്രഭുപാദിയുടെ ആ സത്സംഗം ലഭിച്ച ഉടനെ ഇംഗ്ലീഷുകാർ പോലും ഭഗവാനെക്കുറിച്ച് പ്രകീർത്തിക്കാൻ തുടങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബോംബെയിൽ ചിലപ്പോൾ ചൈനയിൽ നിന്നുള്ള ഭക്തരൊക്കെ വന്നിരുന്നു. അവരെയൊക്കെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അന്നേരം അവരൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ പാവങ്ങൾക്ക് കൃഷ്ണ എന്ന് ചില ഭക്തർക്ക് ഉച്ചരിക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ആ ശരീരം എന്ന് പറയുന്നത് വിദേശ രാജ്യത്തിലെ ശരീരമാണല്ലോ. അന്നേരം ചില അക്ഷരങ്ങളൊന്നും അവർക്ക്
പറഞ്ഞാൽ മനസ്സിലാവും, അവർക്ക് ഉച്ചരിക്കാൻ പറ്റത്തില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അന്നേരം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, ഹേയ് കൃഷ്ണ എന്ന് പോലും ഉച്ചരിക്കുന്നില്ല, ഇതൊക്കെ കൃഷ്ണ എങ്ങനെ സ്വീകരിക്കുക? കൃഷ്ണ എന്തുകൊണ്ട് സ്വീകരിക്കത്തില്ല? അവർ നേരെ ചൊവ്വേ കൃഷ്ണ എന്ന് ജപിച്ചിട്ടും അവർക്ക് മാംസഭക്ഷണം ഉപേക്ഷിക്കാൻ പറ്റി, ജീവിതം മുഴുവൻ ഭഗവാന് വേണ്ടി കൊടുക്കാൻ പറ്റുന്നു. നമ്മൾ ഇത്രയും കാലം കറക്റ്റായിട്ട് ഉച്ചരിച്ചിട്ട് അതുപോലും പറ്റുന്നില്ല. അന്നേരം ആരാണ് ബെറ്റർ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അന്നേരം പലപ്പോഴും ഈ വിദേശ ഭക്തരെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള ചില പഴയ പണ്ഡിതന്മാരൊക്കെ പറയും, ഇവർക്ക് സംസ്കൃത ഉച്ചാരണം പോലും അറിയത്തില്ല. നമ്മൾ ഇത്രയും ഉച്ചരിച്ചിട്ട് എന്താണ് നടന്നത് ഇത്രയും കാലമായിട്ട്? ഉച്ചരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നല്ല ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ വേണ്ടുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയല്ലല്ലോ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. ആശയം അങ്ങോട്ട് അവതരിപ്പിക്കണം, അല്ലേ? ഇപ്പോൾ ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അബ്ദുൽ കലാം സാറിനെ നോക്കുകയാണെങ്കിൽ നല്ല ഇംഗ്ലീഷാണ്, പക്ഷെ പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ തമിഴ് സ്ലാങ്ങോട് കൂടിയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്, അല്ലേ? പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി എത്ര പേര് കാത്തിരിക്കുമെന്നറിയാം. ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരം കേൾക്കാൻ വേണ്ടി കൊതിക്കും എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ആ ബോധത്തിലാണ് കാര്യം ഇരിക്കുന്നത്. ശബ്ദം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൊനൗൺസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ആ ഭാവത്തെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അന്നേരം നമ്മൾ പാരായണം ചെയ്യുമ്പോഴും അതിലുമൊക്കെ നമ്മൾ വളരെ ടെൻഷൻ അടിക്കും, ഇത് കറക്റ്റാണോ, ഇത് കറക്റ്റ്, വളരെ ശ്രദ്ധിക്കണം. കാരണം ഭഗവാന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അന്നേരം ഭഗവാന് വേണ്ടി ചെയ്യുന്ന എല്ലാം നല്ല രീതിയിൽ ചെയ്യണം, നമ്മുടെ കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി ശ്രമിക്കണം. പക്ഷേ അതും അല്ല ഭഗവാൻ നോക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഭഗവാൻ നോക്കുന്നത് നമ്മുടെ ഭാവഭക്തിയാണ്, ഭാവത്തെയാണ് നോക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാക്ഷാത് നാരായണ ഭട്ടതിരിപ്പാടിനോടും ഗുരുവായൂരപ്പൻ പറഞ്ഞ എന്താണ്? അങ്ങയുടെ ശ്ലോകങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ഭട്ടതിരി അങ്ങയുടെ വിഭക്തിയെക്കാട്ടി എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണെന്നാണ് പറയുന്നത്. എൻ്റെ അർത്ഥം എന്താ? പൂന്താനത്തിന് സംസ്കൃതം അറിഞ്ഞൂടെ? പണ്ഡിതനല്ലേ? ആണ്, രണ്ടുപേരും പണ്ഡിതന്മാരാണ്. പൂന്താനം നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ആ നാരായണൻ എടുത്തുകൊണ്ട് എന്താണ്, അല്ലേ? ആ ഒരു ശ്രീമദ് ഭാഗവതത്തിൻ്റെ തത്വങ്ങളൊക്കെ ചുരുക്കി ആ ഒരു ശ്ലോകത്തിൽ എല്ലാം വ്യക്തമാക്കുന്നു. പക്ഷെ എന്നിട്ടും ഭഗവാൻ പറയുന്നത് എന്താണ്? ആ സംസ്കൃത പാണ്ഡിത്യത്തെക്കാട്ടി എനിക്കിഷ്ടം എന്താണ്? പൂന്താനത്തിൻ്റെ ഭക്തിയാണെന്നാണ് പറയുന്നത്. അന്നേരം ഭക്തിയാണ് നോക്കുന്നത് ഭഗവാൻ. ഭക്തി എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ? ആ കരയുന്നതിനല്ല, എന്തിനു വേണ്ടി കരയുന്നു അതിനനുസരിച്ചിരിക്കുന്നു. നമ്മൾ പുറമേ കരച്ചിൽ കാണിച്ചിട്ട് കാര്യമില്ല. എനിക്ക് കൃഷ്ണനോട് ഭയങ്കര സ്നേഹമാണ്, അതല്ല. നമ്മൾ എന്തിനു വേണ്ടിയാണ് കരയുന്നത് നമ്മൾ ചിന്തിക്കണം. ഭഗവാനോടുള്ള വിരഹം കൊണ്ടാണോ കരയുന്നത്, അതോ നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണോ കരയുന്നത്? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പൂന്താനം നമ്പൂതിരിപ്പാട് ജ്ഞാനപ്പാന എഴുതിയത് എപ്പോഴാണ്? നമുക്കെല്ലാവർക്കും അറിയാം. എപ്പോഴാണ്? ആ കുട്ടി മരിച്ച ആ ഒരു ദുഃഖത്തിൻ്റെ സമയത്ത്. അന്നേരം ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയാണോ? അതുമല്ല. ആ കുട്ടി മരിച്ച സമയത്ത് അദ്ദേഹം ഉറപ്പിച്ചു, ഇനി എനിക്ക് കൃഷ്ണൻ മാത്രം മതി, വേറെ കുട്ടികളൊന്നും വേണ്ട. അതുകൊണ്ടല്ലേ വരികൾ വരുന്നത്, ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഒന്നാലോചിച്ചോണേ, മദൻ ഗോപാൽ ഉള്ളപ്പം പിന്നെ എന്തിനാണ് മക്കളൊക്കെ, അല്ലേ എന്നുള്ള രീതിയിൽ, ഗുരുവായൂരപ്പൻ ഉള്ളപ്പോൾ എന്തിനാണ് വേറെ മക്കൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പൂന്താനം നമ്പൂതിരിപ്പാട് പറയുന്നത്. അന്നേരം അത് ആ ഒരു ഭക്തി കൂടുതൽ ശക്തമായി, കൂടുതൽ ദൃഢമായി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ജ്ഞാനപ്പാന വരുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയുള്ള ഭക്തിയെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഗുരുവായൂരപ്പനെ കുറിച്ച് ചിന്തിക്കുന്നു, എന്നിട്ട് പറഞ്ഞാൽ ഞാൻ വലിയ ഭക്തനാണെന്ന് എല്ലാവരെയും കാണിക്കാൻ ശ്രമിക്കുന്നു, വീഡിയോസിലൂടെ പറയുന്നു, യൂട്യൂബിൽ ഇറക്കുന്നു, ഫേസ്ബുക്കിൽ വരുന്നു, ലൈക്സ് കൂടും, കമൻസ് കൂടും, എല്ലാവരും എന്നെ അംഗീകരിക്കും ഭക്തനായിട്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്താണ്. അന്നേരം ആ ഒരു ഭക്തിയിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ നമ്മളെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മളെല്ലാം അവതാളത്തിലാണ്, വലിയ പ്രശ്നത്തിലാണ്,
അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു ഭക്തിയിലേക്ക് എത്തണം. ഇനി അടുത്ത് എന്താണ് പറയുന്നത്? ഏവരിലും ഈ സഹജവാസന സുപ്തമായിരിക്കുന്നു, എന്നാൽ ഭൗതിക പ്രകൃതിയുടെ സംസർഗത്താൽ രജോ തമോ ഗുണങ്ങൾ ഇതിനെ സ്മരണാതീത കാലം മുതൽ ആവരണം ചെയ്യുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെ വിവർത്തനത്തിൽ നമുക്ക് നോക്കാം. വർഷകാലം, ശരത്കാലം എന്നീ 2 ഋതുക്കളുടെയും കാലത്ത് ആ മഹാത്മാക്കൾ ഭഗവാൻ ഹരിയുടെ പരിശുദ്ധ മഹാത്മ്യങ്ങളെ നിരന്തരമായി നിർവിഘ്നമായി ഉരുവിടുന്നത് ശ്രവിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അതിൻ്റെ ഫലം എന്തായി? എൻ്റെ ഭക്തിയുത സേവനം അനർഗളമായി പ്രവഹിക്കാൻ ആരംഭിച്ചപ്പോൾ രജോ തമോ ഗുണങ്ങളുടെ ആവരണങ്ങൾ അപ്രത്യക്ഷമായി. ഇതാണ് വേണ്ടുന്നത്. രജോ തമോ ഗുണങ്ങളുടെ ആവരണം അപ്രത്യക്ഷമാകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ഈ കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളെക്കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യും ഇനി മുന്നോട്ടുള്ള സത്സംഗത്തിൽ. കാരണം നമ്മളത് മനസ്സിലാക്കി, ആ ഭക്തിയുടെ തലങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഒരാൾ പരിശുദ്ധ ഭക്തിയിലേക്ക് എത്തുന്നതും ആ സ്വരൂപ സിദ്ധിയിലേക്ക് എത്തുന്നുള്ള ഒരു സയൻസാണ് ഇവിടെ പറയുന്നത്. നാരദ മഹർഷിയാണ് പറയുന്നത്. അന്നേരം ഇതാണ് ഭാഗവതത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അന്നേരം ഈ ഒരു സ്കെയില് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഭാഗവതത്തെ ഈ ഒരു സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴാണ് ഭാഗവതം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നത്. നമ്മളെന്താണ് ഡയറക്റ്റ്ലി ചെയ്യുന്നത്? ചില ആൾക്കാരൊക്കെ ഡയറക്റ്റ്ലി ദശമസ്കന്ധം, ഇതെന്തോ നാരദ മഹർഷിയും വ്യാസദേവനൊക്കെ ഒന്ന് സംസാരിക്കുന്നത്, ഇതങ്ങനെയാണ് കേട്ടു, ഭാഗവതം നല്ലതാണ്, എത്രയും പെട്ടെന്ന് ഭാഗവതം തുടങ്ങൂ. ഇതുവരെ 2ഉം 3ഉം ആയിട്ടേ ഉള്ളൂ, ഇത് പെട്ടെന്ന് ദശമസ്കന്ധം, കൃഷ്ണൻ വരട്ടെ, കൃഷ്ണൻ്റെ ലീലകൾ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ എടുത്തു ചാടിയിട്ടൊന്നും നമുക്ക് കൃഷ്ണനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ എടുത്തു ചാടി കൃഷ്ണനെക്കുറിച്ച് മനസ്സിലായാലും ഒന്നും മനസ്സിലാകത്തില്ല. പടിയായിട്ട് കൃഷ്ണൻ്റെ അടുത്ത് എത്തിയെങ്കിൽ മാത്രമേ കൃഷ്ണൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാവൂ. ഭഗവാൻ പറയുന്നത് എന്താണ്? ദേവന്മാർക്ക് പോലും അറിയത്തില്ല, ദാനവന്മാർക്കും അറിയത്തില്ല, ബ്രഹ്മദേവൻ വരെ കൺഫ്യൂസായി. പിന്നെ നമ്മൾ ആരാണ് കൃഷ്ണനെക്കുറിച്ച് മനസ്സിലാക്കാൻ? നമ്മൾ വിചാരിക്കുന്നു താണ്ട വെണ്ണയും പിടിച്ച് ഓടക്കുല്ലും പിടിച്ചുകൊണ്ട് മദൻ ഗോപാൽ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ ആളാരാണെന്ന് നമ്മൾ അറിയുന്നില്ല. അഖില കോടി ബ്രഹ്മാണ്ട നായകൻ, ത്രിലോകങ്ങളും അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അങ്ങനെ എത്രയോ ത്രിലോകങ്ങൾ, എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ഒരു കുഞ്ഞായിട്ട് നിസ്സഹായ അവസ്ഥയിൽ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ സേവനം സ്വീകരിക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ നമ്മുടെ ഒരു കളിപ്പാവയായിട്ട് നിൽക്കാൻ വേണ്ടിയല്ല. മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഭഗവാനെ ഒരു കളിപ്പാവയായിട്ട് കാണരുത്, കളിക്കാനുള്ള നമ്മുടെ പാവയായിട്ട്. അതല്ല, സാക്ഷാൽ ഭഗവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഭഗവാന്റെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ആ ഒരു സ്ഥാനം മനസ്സിലാക്കി എന്തോ പറയത്തില്ലേ, നമ്മുടെ അർഹത അനുസരിച്ച് നമ്മൾ ഇടപെടണമെന്ന് പറയത്തില്ലേ, അല്ലേ? നമ്മുടെ അർഹത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഇവിടെ എങ്ങും ഇല്ല. ഭഗവാന്റെ അടുത്ത് ഇടപെടുന്നത് യശോദാമ്മ ആരാണെന്നാണ് നമ്മുടെ വിചാരം. നമ്മളെല്ലാവരും യശോദയാണെന്ന് വിചാരിക്കുന്നു, ഗോപികയാണെന്ന് വിചാരിക്കുന്നു, ഭഗവാന്റെ കൂട്ടുകാരനാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മുടെ തലം എത്ര താഴ്ന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഇതുവരെയും നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചിട്ടില്ല, കാമക്രോധ മോഹാദികളെ ജയിച്ചിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഈ ശരീരമല്ലെന്ന് പോലും നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഭഗവാൻ എവിടെ ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദേവന്മാർ പോലും ഭഗവാന്റെ മുമ്പിൽ വളരെ സൂക്ഷിച്ചാണ് ഭഗവാനുമായിട്ട് സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നേരത്തെ പറഞ്ഞില്ലേ, സാക്ഷാൽ സൂര്യദേവൻ പോലും ചലിക്കുന്നത് ഭഗവാനെ പിടിച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം അറിയാതെ വരുണലോകത്തിൽ നമ്മുടെ നന്ദ മഹാരാജ് ദ്വാദശി ദിവസം ഒന്ന് കുളിക്കുന്ന സമയത്ത് പാരൻ സമയത്തിന് മുമ്പേ കുളിച്ചോ എന്തോ ഒരു പെശക്ക് വന്നു. അത് കറക്റ്റ് സമയത്തായിരുന്നു കുളിച്ചത്. പക്ഷെ വരുണ ലോകത്തിലുള്ള ആ ഭടന്മാർക്ക്, ദാസന്മാർക്ക് കണക്ക് തെറ്റി. അങ്ങനെ എന്ത് ചെയ്തു? നന്ദഗോപരെ അങ്ങോട്ട് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നു വരുണ ലോകത്തേക്ക്. എന്നിട്ട് എന്താണ് പറഞ്ഞത്? അസമയത്ത് കുളിച്ചു എന്ന് പറഞ്ഞിട്ട്. അന്നേരം വരുൺ ദേവൻ തലയിലടിച്ച് നെഞ്ചത്തടിച്ചിട്ട് പറഞ്ഞു, എടാ ആരുടെ അച്ഛനെയാണ് നീ കൊണ്ടുവന്നതെന്നറിയോ? ഏത് ഈ ചില സിനിമകളിലൊക്കെ നമ്മൾ കാണത്തില്ലേ, വലിയ ഏതോ ഡോണിൻ്റെ ബന്ധുക്കളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ആ ചെറിയ ഡോണിൻ്റെ കാര്യമെല്ലാം പോക്കാണ്, അല്ലേ? തട്ടിയിരിക്കും, ഉറപ്പാണ്. അതേപോലെയാണ് വരുണദേവൻ കിടുകിട വരയ്ക്കാൻ തുടങ്ങി, മുട്ട ആടാൻ തുടങ്ങി. ആരെയാണ് നീ വിളിച്ചുകൊണ്ട് വന്നതെന്ന് അറിയോ? ഇത് ആരുടെ അച്ഛനാണെന്ന് അറിയാമോ? ഇത് എൻ്റെ കാര്യം പോക്കാണ് എന്നുള്ളൊരർത്ഥത്തിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു തീരുന്നതിന് മുമ്പേ കൃഷ്ണനും ബലരാമനും ഉണ്ണികളായിട്ട് മദൻ ഗോപാൽ ഇങ്ങനെ കുഞ്ഞായിട്ട് തന്നെ ചെന്നു. അവിടെ ഭഗവാൻ വലിയ രൂപമൊന്നും എടുത്തില്ല, കുഞ്ഞായിട്ട് തന്നെ ചെന്നു.
കാരണം നന്ദഗോപുരം അവിടെ ഇരിക്കുകയാണ്. അന്നേരം അവിടെ നന്ദഗോപുരമുണ്ട്. കൃഷ്ണൻ അങ്ങോട്ട് ചെന്നതും വരുണദേവൻ എന്ത് ചെയ്തു? സിംഹാസനത്തിൽ പിടിച്ചങ്ങ് ഇരുത്തി, ഭഗവാനെ ക്ഷമിക്കണം, അറിയാതെ അടിയൻ തെറ്റ് ചെയ്തു പോയി, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഒന്നും കൂളായിട്ടിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവിധ പൂജാതി ദേവന്മാർ വിശിഷ്ട അതിഥി വരുമ്പോൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതേ രീതി ഫുൾ ആർഭാടമായിട്ടുള്ള പൂജാതിയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ നന്ദഗോപുരം പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് ഇത്രയും ആദരവും സമ്മാനവും എന്നൊക്കെ പറഞ്ഞ് നന്ദഗോപുരം അത്ഭുതപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വെറുതെ ഭഗവാനെ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭഗവാൻ പറയും, അച്ഛാ നമുക്ക് പോവാം എന്ന് പറയും. അന്നേരം അച്ഛനെ കൊണ്ടുപോകാൻ വന്നതാണോ അതോ അച്ഛൻ കുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണോ ആർക്കും ഒന്നും പറയുന്നില്ല. അങ്ങനെ ഭഗവാനും ബലരാമനും കൂടെ ബലരാമ ഭഗവാനും കൂടെ നന്ദഗോപുരെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം നമ്മളും ഈ ഒരു ഭഗവാനുമായിട്ട് ഭക്തിയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മറന്നു പോകരുത് ഗുരുവായൂരപ്പൻ ആരാണ്. അന്നേരം ഗുരുവായൂരപ്പൻ ആരാണ് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സത്യം പറഞ്ഞാൽ നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമുക്ക് വിശ്വാസമില്ലാത്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് വലിയ ഒരു ഉത്സവം നടക്കുകയെന്നിരിക്കട്ടെ, തൃശ്ശൂർ പൂരമാണെന്ന് നടക്കുന്നെന്നിരിക്കട്ടെ. അവിടെ ഒരു കൊച്ചുകുട്ടി ഒരു അച്ഛൻ്റെ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം പൂരമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്നു, പല പല കളിപ്പാട്ടങ്ങളും കാണാനുള്ള അത്ഭുത കാര്യങ്ങളും അവിടെ ഇവിടെ എല്ലാം കാണുന്നു, എല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ആ അച്ഛൻ്റെ കൈ അങ്ങ് വിട്ടുപോയി. ഒന്ന് ആലോചിച്ച് നോക്കണേ. അന്നേരത്തേക്ക് അത്രയും കാലവും അത്രയും നേരവും കണ്ടുകൊണ്ടിരുന്ന അതേ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുട്ടിക്ക് ടെൻഷനാണ്. ഇനി ആര് പറ്റും, ആരെങ്കിലും എന്നെ തട്ടിക്കൊണ്ട് പോയാലോ, എൻ്റെ അച്ഛൻ എവിടെ പോയി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ അച്ഛനെ വീണ്ടും തിരിച്ചു കിട്ടുമ്പോൾ, ആ അച്ഛൻ്റെ കൈ ഒന്ന് പിടിക്കുമ്പോൾ ആ കുട്ടിക്കുള്ള ആ ഒരു ധൈര്യം എന്താണെന്ന് നമുക്കറിയാലോ. ആന മുന്നിൽ വന്ന് നിന്നാലും കുട്ടിക്ക് ധൈര്യമാണ്, എൻ്റെ അച്ഛനുണ്ട്, അത്രയേ ഉള്ളൂ. കാരണം എന്താണ്? അച്ഛൻ്റെ പവർ അറിയാം കുട്ടിക്ക്. എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ആ അച്ഛൻ എൻ്റെ മുമ്പിൽ നിന്ന് ആ പ്രശ്നത്തെ പരിഹരിക്കും എന്നുള്ള വിശ്വാസം കുട്ടിക്കുണ്ട്. അന്നേരം ആ വിശ്വാസം എപ്പോഴാണ് വരുന്നത്? എത്രത്തോളം കാലം ആ ഒരു ആ ഒരു കുട്ടി അച്ഛൻ്റെ കയ്യിൽ പിടിക്കുന്നോ അത്രയും നേരമേ ഉള്ളത്. പ്രഭു ജപമാല തരുന്നു അകത്തിരിക്കുന്നു. അന്നേരം എത്രത്തോളം കാലം ആ ഒരു കുട്ടി ആ അച്ഛൻ്റെ കൈ പിടിക്കുന്നു, എത്രത്തോളം നേരം ആ അച്ഛൻ്റെ കൈ പിടിക്കുന്നോ അത്രത്തോളം നേരം ആ കുട്ടിക്ക് എന്താണ്? ആ ഒരു വിശ്വാസമുണ്ട്. അന്നേരം നമ്മൾ എങ്ങനെയാണ് ഗുരുവായൂരപ്പൻ്റെ കൈ പിടിക്കേണ്ടത്? നമ്മുടെ കയ്യിൽ ജപമാല പിടിക്കണം. നമ്മുടെ കയ്യിൽ അങ്ങോട്ട് ജപമാല പിടിക്കുമ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ കൈ പിടിക്കുന്നതിന് തുല്യമാണ്. കണ്ടില്ലേ ഈ ഒരു ജപമാല? നമ്മളിങ്ങനെ ഇത് ഗുരുവായൂരപ്പൻ്റെ കൈക്ക് തുല്യമാണ്. അന്നേരം നമ്മൾ ഇങ്ങനെ ഇരുന്ന് ജപിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ കൈ പിടിച്ചിരിക്കുകയാണ്. അന്നേരം എത്രത്തോളം നേരം നമ്മുടെ കയ്യിൽ ഈ ജപമാല ഉണ്ടോ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ സംരക്ഷണത്തിലാണ്. അന്നേരം പിന്നെ വലിയൊരു ആറ്റം ബോംബ് വന്ന് വീണാലും ഒരു പ്രശ്നമില്ല. കാരണം ഗുരുവായൂരപ്പൻ നമ്മളെ സംരക്ഷിച്ചോളും, അതിൽ യാതൊരു സംശയവും വേണ്ട. അന്നേരം അതേപോലെ തന്നെ നമ്മളും ആ ഭഗവാനിൽ ഉറച്ച് വിശ്വസിക്കണം. പക്ഷെ അതേ സമയത്ത് ആ ഒരു കുട്ടിക്ക് അച്ഛൻ്റെ കൈ പിടിച്ചിരിക്കുകയാണ്, പക്ഷേ അച്ഛൻ്റെ ആ ഒരു സംരക്ഷണത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെന്താണ്? പിന്നെ കാര്യമൊന്നുമില്ല, കുട്ടി പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കും. അന്നേരം അതേപോലെ നമ്മളും ജപിക്കുന്നുണ്ട്, പക്ഷേ ആരുടെ കൈയാണ് നമ്മൾ പിടിക്കുന്നത് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് ആ ഒരു പിടിയിലൊരു വിശ്വാസം വന്ന് നമുക്ക് ഒരു ധൈര്യം വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നത്തിലാണ്. പക്ഷേ ആ പ്രശ്നമൊക്കെ ഭഗവാന്റെ മുമ്പിൽ ഇത്രയേ ഉള്ളൂ, ഒറ്റ നിമിഷം അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എത്ര വലിയ പ്രശ്നം വന്നാലും നമുക്ക് ടെൻഷൻ വരത്തില്ല. പക്ഷെ നമുക്ക് ടെൻഷൻ എന്തുകൊണ്ടാണ് ടെൻഷൻ വരുന്നത്? കാരണം നമുക്ക് അത്രത്തോളം ഗുരുവായൂരപ്പനിൽ വിശ്വാസമില്ല, ഭഗവാന്റെ നാമത്തിൽ വിശ്വാസമില്ല. എത്ര വലിയ പ്രശ്നം വന്നാലും അത് ഭഗവാന്റെ മുമ്പിൽ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അതാണ് പ്രശ്നം. പക്ഷേ എത്ര വലിയ പ്രശ്നമാണെങ്കിലും
അത് എൻ്റെ ഭഗവാന്റെ മുമ്പിൽ, എൻ്റെ മദൻ ഗോപാലിൻ്റെ മുമ്പിൽ അതൊക്കെ വളരെ നിസ്സാരമാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ലഭിക്കും, ഉറപ്പാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ ആ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. ആ ഒരു നാരദ മഹർഷി ആദ്യം എന്ത് ചെയ്തു? ആദ്യം ഭക്തിയുടെ തുടക്കം എങ്ങനെയാണ്? പ്രസാദത്തിൽ നിന്നായിരുന്നു. അന്നേരം അതേപോലെ നമ്മുടെ ഭക്തിയും തുടങ്ങുന്നത് പ്രസാദത്തിൽ നിന്നായിരിക്കണം. എന്ത് കഴിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭക്തി തുടങ്ങുന്നത്. അന്നേരം തുടക്കം നല്ല ഗംഭീരമായിരിക്കണം. അത് എങ്ങനെ ഇരിക്കണം? ഭഗവാന്റെ പ്രസാദമല്ലാതെ വേറൊന്നും കഴിക്കാത്ത ഒരു നിലയിലേക്ക് നമ്മൾ പോകണം. അവിടെ നിന്നാണ് ഭക്തി തുടങ്ങുന്നത്. എപ്പോഴാണോ നാരദ മഹർഷിക്ക് ആ ഒരു പരിശുദ്ധ ഭക്തർ കഴിച്ച ആ ഉച്ഛിഷ്ടം കഴിക്കാനുള്ള ആ ഒരു സൗഭാഗ്യം ലഭിച്ചത്, ആ നിമിഷം മുതൽ ആ ഒരു ഭഗവാനോടുള്ള ആകർഷണം തുടങ്ങി. അതിനുശേഷം വീണ്ടും വീണ്ടും ഭഗവാനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങി. കേൾക്കും തോറും ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള ആഗ്രഹം കൂടി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇപ്പോൾ എന്താ പറയുന്നത്? അങ്ങനെ തുടരെ തുടരെ കേട്ടപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് മഹാഭാരത കഥ മുഴുവൻ അറിയായിരിക്കും. ശ്രീമദ് ഭാഗവതത്തിലെ ഏത് കഥ പറഞ്ഞാലും എല്ലാം അറിയായിരിക്കും. കഥയിലല്ല കാര്യം. ആ കഥ ആരിൽ നിന്ന് നമ്മൾ ശ്രവിക്കുന്നോ, അത് കേട്ട കഥ തന്നെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴോ അതാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത്. കേട്ട കഥയാണെങ്കിലും കേട്ട മന്ത്രമാണെങ്കിലും ആ ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്നും ആ കഥ കേൾക്കുമ്പോഴും ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് ആ മന്ത്രം കേൾക്കുമ്പോഴും പിന്നെ നമ്മൾ ജപിക്കുന്ന മന്ത്രം, പിന്നെ നമ്മൾ ആ ഒരു കഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരിൽ നിന്ന് ലഭിക്കുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഥ ആർക്കാണ് പറയാൻ പറ്റാത്തത്? ഈ കഥയൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കഥകൾ കിട്ടും. പക്ഷേ ആ ഗുരു ശിഷ്യ പരമ്പര അനുസരിച്ച് ശ്രീല പ്രഭുപാദിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ട കഥ തന്നെ വീണ്ടും കേൾക്കുമ്പോൾ അത് അകത്തോട്ട് കയറി ഒരു മാറ്റം സൃഷ്ടിക്കും. അത് ഈ ലോകത്തിൽ ആർക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പേ എത്രയോ ഓർഗനൈസേഷനുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. ഞാൻ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ആളായതുകൊണ്ട് പറയുമല്ല, സത്യമായിട്ടും ഞാൻ സത്യം പറഞ്ഞ എല്ലാ ഓർഗനൈസേഷനിലും പോയി അവിടെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു നോക്കി. എനിക്കൊരു മാറ്റവും തോന്നിയിട്ടില്ല. ഇത് അവരെയും കുറ്റപ്പെടുത്തുന്നതല്ല. അത് ചിലപ്പോൾ അവിടെയുള്ള ആധികാരികമായിട്ട് ആളിനെ കാണാത്തതുകൊണ്ട് എന്തും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതൊന്നും വർക്കൗട്ട് ഇല്ല. പക്ഷേ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നിട്ട് സത്യം പറഞ്ഞ ഭക്തരെ കണ്ടു. പക്ഷെ ആദ്യമേ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭുപാദിയുടെ ആ ഭഗവത്ഗീത വായിച്ചു തുടങ്ങി. വായിച്ചു തുടങ്ങിയപ്പോഴേ ഒരു മാറ്റം ഉള്ളിൽ വന്നു എന്നുള്ളതാണ്. ആ വായിച്ചതിന് ശേഷം ആ ഭഗവാന്റെ പ്രസാദവും കഴിച്ചപ്പോഴത്തേക്ക് ഇനിയും മാറ്റം വന്നു. ജപിച്ചു തുടങ്ങിയപ്പോൾ ഇനിയും മാറ്റം വന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം തീർന്നു എന്ന് പറഞ്ഞിരുന്നോ? അല്ല, ഇത് നമ്മൾ തുടരെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ആ ഒരു മാലിന്യം എന്ന് പറയുന്നത് ഒരു ജന്മത്തിൻ്റെ മാലിന്യമല്ല, എത്രയോ ജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു മാലിന്യമാണ് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നത്. ഒരു ജന്മത്തിൻ്റെ അല്ല. അതുകൊണ്ടിത് തുടരെ എന്നിട്ട് ജപിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നിർത്തുന്നുണ്ടോ? ഇല്ല. വീണ്ടും ഭൗതിക കാര്യത്തിൽ തന്നെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഭൗതിക ലോകമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പല കാഴ്ചകളും കാണുന്നു, പല കാര്യങ്ങളും കേൾക്കുന്നു, പലതും ചിന്തിക്കുന്നു. അന്നേരം വീണ്ടും മാലിന്യങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ റൂം ക്ലീൻ ചെയ്യുന്നു, മറ്റു സൈഡിൽ കൂടെ അഴുക്കൾ വന്നുകൊണ്ടും ഇരിക്കുകയാണ്. അന്നേരം ആ ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ജപിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ വീട് ഒരു ദിവസം ക്ലീൻ ചെയ്തിട്ട് പിന്നെ അടുത്ത ദിവസം ക്ലീൻ ചെയ്യാതിരുന്നാൽ എന്താവും? പിന്നെ ക്ലീൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്ന പോലെ ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് വല്ലപ്പോഴുമൊക്കെ ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്ന ഒരു റൂമും വല്ലപ്പോഴും ഒക്കെ ക്ലീൻ ചെയ്യുന്ന റൂമായിട്ട് ഒരുപാട് വ്യത്യാസമില്ലേ? ഒരുപാട് വ്യത്യാസമുണ്ട്. അന്നേരം എല്ലാ ദിവസവും ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് റൗണ്ട്സ് ജപിക്കുമ്പോഴും ഭഗവാന്റെ നിവേദ്യമല്ലാതെ വേറൊന്നും കഴിക്കാതിരിക്കുമ്പോഴും ഭക്തരുടെ സത്സംഗം മുടങ്ങാതെ ചെയ്യുമ്പോഴും അതുകൂടാതെ ഭഗവാനെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും ആ ഒരു വ്യക്തിയായിട്ട് ഇടപെടുമ്പോൾ നിങ്ങൾക്കൊരു തിളക്കം അനുഭവപ്പെടും. ആ വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോഴും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്ന പോലെ തോന്നും. എന്തുകൊണ്ട്? കാരണം ആ ഒരു പവർ സപ്ലൈ അതുവഴി വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ.
കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അത് വലിയ അത്ഭുതമൊന്നുമില്ല. ഉടനെ അദ്ദേഹം ദൈവമായെന്നല്ല, അല്ല, അദ്ദേഹത്തിലൂടെ ഭഗവാന്റെ അനുഗ്രഹം വന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം എന്താണ്? ജപം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, ഭഗവാന്റെ ആ ഒരു ഭക്തി ആ ഒരു വ്യക്തിയിലുണ്ട്. അതുകൂടാതെ ഭഗവാനെക്കുറിച്ച് വായിക്കുന്നു. ആധികാരികമായിട്ടുള്ള പരമ്പരയിൽ നിന്നാണ് അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്നത്, സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ആ ഒരു വ്യക്തിയിലൂടെ നമുക്ക് ഭഗവാന്റെ ഒരു സ്പർശനം ലഭിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അന്നേരം ആ ഒരു ഭക്തന്റെ സത്സംഗത്തിലൂടെ നമുക്ക് ഭഗവാന്റെ ഒരു സാമീപ്യം ലഭിക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഒരു അനുഭൂതി? നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ഒരു അനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ലോകത്തിൽ ഒന്നും വേണ്ട. അത് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഒരിക്കലും ആ ഒരു അനുഭൂതിക്ക് തുല്യം ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ എത്രയോ ഗുരുവായൂർ തിരുസന്നിധിയിലുള്ള ഭക്തർക്ക് എത്രയോ അനുഭവങ്ങളാണ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. എല്ലാ പ്രതീക്ഷകളും തളർന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭഗവാൻ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രചോദനം ഭക്തർക്ക് നൽകുന്നുള്ളതാണ്. അത് ഹന്തഭാഗ്യം ജനാനാണ്. ഭഗവാന്റെ അസീമിതമായിട്ടുള്ള അഹേതുകമായിട്ടുള്ള ഒരു കാരുണ്യമാണത്, ആ ഭക്തവാത്സല്യം. അന്നേരം നമുക്കായിട്ട് കാത്തിരിക്കുന്നത് ആ ഒരു ഭക്തവാത്സല്യമാണ്. അന്നേരം ആ ഒരു വാത്സല്യത്തെ സ്വീകരിക്കാൻ നമ്മൾ റെഡിയായ മാത്രം മതി. അത് മാത്രം, ആ പരിശുദ്ധ ഭക്തിയിലൂടെ മാത്രമേ, നമ്മൾ ഭക്തരായെങ്കിൽ മാത്രമേ ഭഗവാന്റെ ആ ഒരു വാത്സല്യം നമുക്ക് ലഭിക്കൂ. അതും ആ ഭഗവാന്റെ വാത്സല്യം എന്ന് പറഞ്ഞാൽ ഒരു പശുക്കുട്ടിയെ പശു എങ്ങനെ സ്നേഹിക്കുന്നു അതേപോലെയാണ്. അത് നിങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പശുക്കുട്ടിയെ ഇല്ലെങ്കിൽ, ആ പശുക്കുട്ടി മുമ്പിലില്ലെങ്കിൽ പശുവിന് എപ്പോഴും ടെൻഷനായിരിക്കും. സത്യം പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഭക്തവത്സലതയും അതേപോലെയാണ്. പക്ഷേ നമ്മൾ പശുക്കുട്ടിയാകണം. അതേപോലെ ഒരു പശുക്കുട്ടിക്ക് വേണ്ടിയാണ് ആരാണ്? അർജുനാകുന്ന പശുക്കുട്ടിക്ക് വേണ്ടി ഗുരുവായൂരപ്പൻ കടഞ്ഞെടുക്കുകയാണ്, പാല് കടഞ്ഞെടുക്കുകയാണ്, വേദങ്ങളുടെ മുഴുവൻ സാരാംശം ഭഗവത്ഗീതയിലൂടെ. അങ്ങനെയാണ് നമുക്ക് ഭഗവത്ഗീത ഭാഗവതമൊക്കെ ലഭിക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖത്തിനും പ്രശ്നത്തിനും എല്ലാം ഒരു പരിഹാരമാണ് ഭഗവത്ഗീതയും ഭാഗവതവും ഹരിയുടെ നാമജപവും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥയിലല്ല കാര്യം, ജപത്തിലുമല്ല കാര്യം, എവിടെ നിന്ന് നമ്മൾക്ക് മന്ത്രം ലഭിച്ചു, ആരിൽ നിന്ന് ലഭിച്ചു, ആരിൽ നിന്ന് നമ്മൾ കഥ കേൾക്കുന്നു, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. സ്രോതസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഈ കഥകളൊക്കെ വായിച്ച് കാണും, വർഷങ്ങളായിട്ട് പല ഗ്രന്ഥങ്ങളും പഠിച്ച് ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്, ഇതൊക്കെ ഈ കഥ ഇതെനിക്കിങ്ങനെ അറിയാം കേട്ടോ, ഇതിങ്ങനെയില്ലേ, അതല്ല ഉദ്ദേശിക്കുന്നത്. കേട്ട കഥയാണെങ്കിൽ ഇപ്പം ഭഗവാൻ കൃഷ്ണൻ വെണ്ണ മോഷ്ടിച്ച കാര്യം നമുക്ക് ആർക്കാണ് അറിയാത്തത്? അല്ലേ? എല്ലാവർക്കും അറിയാം ഭഗവാൻ വെണ്ണ മോഷ്ടിച്ചു, ഇതൊക്കെ എത്ര പേർക്കും അറിയാം. പക്ഷെ എന്നാലും കേട്ടതാണെങ്കിലും നമ്മൾ ആധികാരികമായിട്ടുള്ളൊരു സ്രോതസ്സിൽ നിന്നും വീണ്ടും കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കുന്നു. ഒരു 100 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ 100 പ്രാവശ്യം പരിശുദ്ധമാവും. 1,00,000 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ 1,00,000 പ്രാവശ്യം പരിശുദ്ധമാവും. അതുകൊണ്ട് നമുക്ക് ഒരേ ഒരു ജോലിയേ ഉള്ളൂ, ശ്രവിക്കുക, അത് ജീവിതത്തിൽ ആചരിക്കുക, അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളൊക്കെ പോകും തോറും ഭഗവാനിനോടുള്ള ആകർഷണം കൂടും. അതുകൂടാതെ നമുക്ക് ഭക്തിക്ക് തടസ്സമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഭഗവാനായിട്ട് നമ്മളെ അടുപ്പിക്കുന്നതിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വിട്ടു പോകും. അതാണ് നമ്മുടെ ഈ ഒരു ഭക്തി മാർഗത്തിൻ്റെ ഉദ്ദേശം. അന്നേരം ആ ഒരു പരിശുദ്ധ ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കാൻ എല്ലാവർക്കും ഒരു സൗഭാഗ്യം ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ മദൻ ഗോപാലിൻ്റെ മുമ്പിൽ ഞാൻ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെ കുറച്ച് ഭക്തർ ഇവിടെ മദൻ ഗോപാലിനെ ചോദിച്ചിരുന്നു, മദൻ ഗോപാലിനെ കിട്ടുമെന്ന്. ഇത് എൻ്റെ മദൻ ഗോപാലല്ലേ, അതെങ്ങനെ ഞാൻ തരാനാണ്? തമാശ പറഞ്ഞതാണ്. അന്നേരം മദൻ ഗോപാലിനെ ഇവിടെ ഗുരുവായൂരിലൊരു കടയിൽ കിട്ടും. അന്നേരം എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. അത് എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ എപ്പോഴെങ്കിലും വരുമ്പോൾ ആ ഒരു കട ഞാൻ കാണിച്ചു തരാം. അത് സീക്രട്ട് സ്ഥലമാണ്, എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരത്തില്ല. അന്നേരത്തേക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ
ഓൺലൈൻ സ്റ്റോറൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം അല്ലേ? മദൻ ഗോപാൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, നിതായ് ഗൗർ പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ.